കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന ഐറ്റം എന്തൊക്കെയാ? മൽച്ചന്തേരി സ്കൂളിന്റെ യൂണിഫോം ഇവിടെ കിട്ടുന്നതായിരിക്കും. അതെ, പോളി ക്രേപ്പ് ഫെന്റിലല്ലേ വലിയ പ്രിന്റ് ഡ്രോയിങ് വരച്ച വെച്ച പോലെ ഉണ്ട്. ഇത് മിനിസ്ട്രി കോട്ടൺ എന്ന് പറയും. മിനിസ്ട്രി കോട്ടൺ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ നേതാക്കന്മാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടിഷ്യൂല് ഡിജിറ്റൽ വർക്ക്, ഇതൊക്കെ ഡിജിറ്റൽ വർക്കിന്റെ ആണ് കേട്ടോ. എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കുന്നതാണ്. നല്ല സെലക്ഷൻ ഉണ്ട്. ഇത് ഫിലാഫില എന്ന് പറയുന്ന ഒരു പുതിയ മെറ്റീരിയൽ. ഷിമർ ജോർജറ്റില് ഞങ്ങൾ എപ്പോഴും വന്ന ഷോപ്പാണ് സ്ഥിരമായിട്ട്. എല്ലാ സ്കൂൾസിന്റെ യൂണിഫോം സെക്ഷൻ ആണ് ഇത്. யூடியூப்ல பார்த்தாச்சு. இல்லையா? கண்டா ஃபுல்லா உங்களுக்கு ஃபாலோவர் நான் நிறைய பாக்குறேன். ഇത് രംഗോളി ക്രഷ്ഡ് ആണ്, അതിൽ വർക്ക് വരുന്നതാണ്. മൽച്ചന്തേരിയിൽ വർക്ക് വരുന്നത് ആക്ച്വലി സ്കൂളിന്റെ ഒരു ഹബ്ബ് എന്ന് പറയണത് ഡോൾഫിൻ എന്ന് പറഞ്ഞ മെറ്റീരിയൽ. അപ്പൊ ചേട്ടനോട് പറയാം ഒരു വണ്ടിയുടെ ഒരു ഗ്യാപ്പ്. ഇതിലെല്ലാത്തിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മൾ സപ്ലൈ ചെയ്യാം. വെൽവെറ്റിൽ ഫുൾ സ്റ്റോൺ വർക്ക്, കളേഴ്സ് ഇങ്ങനെ വരുന്നത്. എവിടെ ഇരിക്ക കളക്ഷൻസ്? பெஸ்ட் റേറ്റ് വൈസ് நார்மல். കിട്ടാനില്ല, അത്രയ്ക്കും ഡിമാൻഡ് ആണ് ഈ ഒരു സംഭവത്തിന്. ചെറിയ കുട്ടികൾക്കൊക്കെ ഫ്രോക്കൊക്കെ തയ്ക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. എല്ലാ സ്കൂളിലെ യൂണിഫോം ഇവിടെ കിട്ടും. പ്ലീസ് വാങ്ങോ. ആ, ഇതേത് ഭാഷയാണപ്പാ? റെഡിമെയ്ഡ് ബ്ലൗസും ഉണ്ട്, അതുപോലെ തന്നെ റോൾ ആയിട്ടും വരുന്നുണ്ട്. കാണിച്ചാലും തീരില്ല, അത്രമാത്രം കാണിക്കാനും ഉണ്ട്, അത്രമാത്രം സ്റ്റോക്ക് ഉണ്ട്. ഷോളുടെ വെറൈറ്റികള് ഇത് ഏത് ലോകത്തേക്ക് വന്നിക്കണം നോക്ക്. ബെസ്റ്റ് ഷോപ്പ് അല്ലേ? விஜய் ஸ்டைல். ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരക്കുള്ള ഈ എറണാകുളം മാർക്കറ്റിൽ തിരക്കില്ലാണ്ട് സുഖമായിട്ട് നമുക്ക് ഐറ്റംസ് മേടിച്ച് പോവാം. അതും പാർക്കിംഗ് സൗകര്യം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ പാർക്കിംഗ് നമുക്ക് എപ്പോഴും ഉണ്ട്. അതെന്തുകൊണ്ടാണ്? ഇവരെ സ്വന്തമായിട്ടുള്ള പാർക്കിംഗ് ആണ്. ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പെയ്ഡ് പാർക്കിംഗ് ഒക്കെ, അതൊക്കെ എവിടെയാണ് വരണേന്ന് അറിയോ? ആക്ച്വലി ബസ് വഴിക്ക് വരാണെങ്കിൽ നമുക്ക് മേനക ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഒരു പെയ്ഡ് പാർക്കിംഗ് ഉണ്ട്. അവിടെ പേ ചെയ്തിട്ട് വണ്ടി അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് നടക്കേണ്ടി വരും. സാധാരണ എറണാകുളം മാർക്കറ്റിൽ വരാണെങ്കിൽ, പക്ഷെ ഇവിടെ അതിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി മേനക വഴിക്ക് വരുമ്പോൾ ഏത് വഴിക്കാണ് വരണേന്ന് അറിയോ? ഈ വഴിക്ക്. അപ്പോൾ ആ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാണാം. ഇനി കുറച്ചുകൂടി മുട്ടി കഴിഞ്ഞാലേ നമ്മുടെ ഒരു ചേട്ടൻ ഇങ്ങോട്ടേ നമ്മുടെ ആ ബിൽഡിങ്ങിലത്തെ പാർക്കിംഗ് ചേട്ടനാണ്. വണ്ടിയായിട്ട് വരുമ്പോൾ ഈ ചേട്ടനെ കണ്ടാൽ മതി. എപ്പോഴും ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ചേട്ടനോട് പറയാം ഒരു വണ്ടിയുടെ ഒരു ഗ്യാപ്പ് അല്ലേ? അത്രേ ഉള്ളൂ, കൊടുത്തോളൂട്ടാ. ഓക്കെ, അപ്പൊ അത് കൂടാണ്ട് ഇവിടെ മൂലയ്ക്ക് CSB ബാങ്ക് ഉണ്ട്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് അടുത്തായിട്ടുള്ള ബിൽഡിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. മോഹൻ ടെക്സ്റ്റൈൽസ്. അതും എത്ര 5-6 ഫ്ലോർ ഉണ്ട്. ഫുൾ ഫൈബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഏത് ഐറ്റം നിങ്ങൾക്ക് എവിടെയും കിട്ടാത്തതാണെങ്കിൽ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടൂട്ടോ. ഇവിടെയാണ് മൊത്തം ഫൈബ്രിക്സിന്റെ ഹഡ്ഡ. അപ്പൊ എല്ലാ തരം ഫൈബ്രിക്സ് ഉണ്ട്. അപ്പൊ ഇവിടേക്ക് കയറി കഴിഞ്ഞാലേ പാർക്കിംഗ് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പാർക്കിംഗ് സൗകര്യം എന്ന് പറയുമ്പോൾ ഇതിന്റെ താഴത്ത് വണ്ടി ഇടാനുള്ള സൗകര്യം ഉണ്ട്. അതുകൂടാണ്ട് മുകളിലും ടെറസിന്റെ മുകളിലും വണ്ടി ഇടാനുള്ള സൗകര്യം ഉണ്ട്. ടെറസിന്റെ മുകളിലേക്കൊക്കെ പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചാൽ മതിട്ടാ. അപ്പൊ ഇനി നോക്കാം നമുക്ക്. ഇവിടെയൊക്കെ എപ്പോഴും പാക്കിംഗ് നടക്കുന്ന ഒരു സെക്ഷനാണ്. പാക്കിംഗ് മൊത്തം പുറത്താണ് ഇവരുടെ നടക്കുന്നത്. ഇത് എപ്പോഴും ഉണ്ട്. രാവിലെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ ഒരു പാക്കിംഗ് എപ്പോഴും വന്നു പോയി. ഇതൊക്കെ പോവാനുള്ളതായി ഇരിക്കണതൊക്കെ, ഇവിടെ ഇരിക്കണതൊക്കെ, ഇതൊക്കെ ഏതൊക്കെ സ്ഥലത്തേക്കാന്നുള്ളത് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം. 5 ഫ്ലോർ മൊത്തം ഫൈബ്രിക്സ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ ഇപ്പൊ വിഷുവിനുള്ള നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. കേരള ട്രഡീഷൻ, അതുപോലെ മെൻസിന്റെ ഷർട്ടിങ്, സൂട്ടിങ്, ബിറ്റ്സുകൾ, ഇതൊക്കെ ഈ ഏരിയയിലാണ്. പിന്നെ ബ്ലൗസിന്റെ ബിറ്റുകളൊക്കെ ഈ ഏരിയയിലാണ്. അന്ന് മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ എന്താ നോക്കാം. ഇവിടുത്തെ ഈ തിരക്കും ബില്ലും കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മുകളിലേക്ക് പോകാം. ബില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, കാര്യമായിട്ട് തകർപ്പനായിട്ട്. അപ്പൊ നമുക്ക് മുകളിൽ പോയിട്ട് വരാം. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചേച്ചീനെ കാണാം. ചേച്ചി എല്ലാ കാര്യത്തിനും ഡീൽ ചെയ്യും. ചേച്ചിയുടെ പേര് ജയ. പേര് മറന്നു, മുഖം ഞാൻ മറക്കൂല. അപ്പൊ ഇത് ആക്ച്വലി ഈ ഒരു ഫ്ലോറിൽ മൊത്തത്തിൽ എന്താ ഉള്ളത്? നമുക്ക് ചന്തേരിയുടെ മെറ്റീരിയൽ ഉണ്ട്. മെയിൻ ഫാബ്രിക് ആണ്. അതെ, എവിടെന്ന് സ്റ്റാർട്ട് ചെയ്യണം? നമുക്ക് അവിടെന്നാണോ ഇവിടെന്നാണോ? ഇവിടുന്ന് തന്നെ തുടങ്ങാം നമുക്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എന്തൊക്കെ ഐറ്റം എങ്ങനെയാണ് വരുന്നത്? ഇത് രംഗോളി ക്രഷ്ഡ് ആണ്, അതിൽ വർക്ക് വരുന്നതാണ്. ഇതെല്ലാം ഇതും അതന്നെയാ. മുകളിലിരിക്കുന്ന പ്ലെയിൻ ആണെന്ന് തോന്നുന്നത്. രംഗോളി ക്രഷിൽ പ്ലെയിൻ വരുമ്പോ വർക്ക് വരുന്നുണ്ട്. ഇതൊക്കെ വർക്കിൽ വരുന്നത് അല്ലേ? വർക്ക് എപ്പോഴും വേറെ വേറെ വരും. ഇനി ഇത് ഹോൾസെയിൽ ആണ്. എടുക്കുമ്പോ ഇത് ഈ ഫുൾ ബണ്ടൽ എടുക്കണം. അങ്ങനെ മുറിച്ച് തരൂല കേട്ടോ. ഇനി ഇപ്പഴത്തേക്ക് വരികയാണെങ്കിൽ ഇത് ഡിജിറ്റൽ പ്രിന്റ് അല്ലേ? ഡിജിറ്റൽ പ്രിന്റ്. ആ മുകളിൽ ഓർഗൻസില് ഡിജിറ്റൽ പ്രിന്റ്. പിന്നെ ഈ കാണുന്നത് ബ്രൊക്കേഡിന്റെ ഫുൾ വർക്ക് ഉള്ളത്. ഇതും ബ്രൊക്കേഡ് തന്നെ അല്ലെ? പേസ്റ്റിലും ഡാർക്ക് ആയിട്ട് അങ്ങനെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പഠിക്കാൻ പോകുന്നത് 44 വീതിയുടെയാ. 44 36 അല്ലേ? 2 വീതിയല്ലേ മെയിൻ ആയിട്ടുള്ളത്. ഇത് ടോപ്പ് അടിക്കാനായിട്ട്. എന്നാൽ ബ്രൊക്കേഡിൽ നമുക്ക് ടോപ്പ് അടിക്കാനുള്ളതും രണ്ടും കിട്ടും. അതാണ് പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്തത്
ഇത് ചന്തേരിയ മൽച്ചന്തേരിയിൽ വർക്ക് വരുന്നത്. ഇപ്പൊ കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന ഐറ്റം എന്തൊക്കെയാ? മൽച്ചന്തേരി. മൽച്ചന്തേരി എനിക്ക് തോന്നി, അതാ ഞാൻ എടുത്തു ചോദിച്ചത്. മൽച്ചന്തേരി ആണ് ഇപ്പൊ കൂടുതൽ ഡിമാൻഡിൽ നിൽക്കുന്നത്. അതില് പല പല വർക്ക്സ് വരുന്നുണ്ട്. ഇപ്പൊ ഇതൊരു വർക്ക് കണ്ടില്ലേ, അതുപോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറെ വർക്ക്. ഇരിക്കുന്നതാ അത് ക്രഷ്ഡ് തന്നെയാണ്. ഇതില്ലേ സിൽക്കില് വരുന്നതാണ്. സിൽക്കില് വരുന്നത്. പിന്നെ ഇത് വരുമ്പോ ചന്തേരി തന്നെ മൽച്ചന്തേരി. ചെറിയ ബുട്ടാസ് വരുന്നതും വലിയ വർക്ക് വരുന്നതും. ഓക്കെ. പിന്നെ ചേച്ചി പറയാന്നല്ല ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ചേച്ചിയല്ലേ ഇവിടുത്തെ ആള്. ഇത് ജോർജറ്റിലാണ്. ഡൈ ആൻഡ് ഡൈ എന്ന് പറയുന്നത്. എടുത്ത് കാണിക്കട്ടെ, നല്ലതാണ് അതിന്റെ. ശരിക്കും പറഞ്ഞാൽ ഈ ഇരിക്കണതൊക്കെ ഇങ്ങനെ ഈ ഭാഗം മാത്രം കാണുമല്ലോ. ഓരോന്നോരോന്ന് നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് നോക്കുമ്പോൾ ഉള്ളിലത്തെ വർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ മൽച്ചന്തേരി എന്ന് പറയുമ്പോൾ മൽച്ചന്തേരിയിലത്തെ ഈ വർക്കൊക്കെ ഉണ്ടാ, ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് കണ്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാ വർക്ക് കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ എങ്ങനെ കളേഴ്സ്? ബേസ് വൈറ്റ് ആയിരിക്കും, കളേഴ്സ് വരും അതില്. ഇതില് കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. എത്ര മീറ്റർ ഉണ്ടാവും മൊത്തത്തിൽ? 25 മീറ്റർ. ഏതായാലും അങ്ങനെ തന്നെ. ഓക്കെ. പിന്നെ ഇത് ചിക്കൻ കറിയില് സ്വീക്വൻസ് വർക്കാണ് കേട്ടോ ഈ കാണുന്നത്. നെറ്റിലാണ് വന്നേക്കണത്. നെറ്റിലും വരുന്നുണ്ട്. പിന്നെ ഏതൊക്കെ വർക്കൊക്കെ വരുന്നത്? പിന്നെ ഏതിലൊക്കെ വരുന്നത്? മെയിനായിട്ട് ചിക്കൻ കറി കൂടുതൽ വരുന്നത്. പിന്നെ ചന്തേരിയിലും വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട്. പിന്നെ രംഗോളി കൃഷിയിൽ വരുന്നുണ്ട്. ഇത് രംഗോളി കൃഷാ? അതെ, നന്നായിട്ടുണ്ടല്ലേ. എടുക്കാല്ലേ? എടുത്താ പിന്നെ ഇത് എപ്പോഴും ഇങ്ങനെ എന്താ പറയാ, എടുക്കലും പിന്നെ അടുത്തത് നിറക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഐറ്റം വന്നോണ്ടിരിക്കും. പിന്നെ ഇതൊരു 5 ഫ്ലോറാണ് കംപ്ലീറ്റ്. ഓരോരോ ഫ്ലോറിലും ഓരോരോ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആണെങ്കിൽ മെയിൻ ഫാബ്രിക് ആണ്. അപ്പൊ ഇത് വരുന്നത് നമുക്ക് ക്രഷില് ഇതില്ലേ വർക്ക് വരുന്നത്. ഇതൊരു വർക്കാണ്. അതുപോലെ ഇതും അതിൽ തന്നെയല്ലേ? ഇത് ജിമ്മിച്ചു. അതിന് വേറെ ഐറ്റങ്ങളുണ്ട്, പല പല വർക്കുകളായിട്ട്. ഈ വർക്കുകൾ കേട്ടാ. അപ്പൊ ജസ്റ്റ് ഐറ്റംസ് പരിചയപ്പെടുത്തി തരാണ്. പിന്നെ ഇതൊരു ഷിമ്മർ ജോർജറ്റില് നല്ല ഒരു ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഫുൾ വീവിങ്ങില് നല്ല രസമുണ്ട് ഇത് കാണാനും. ജെറി വർക്ക്. ഇതിപ്പോ വലിയ ബൂട്ടയാണ്. ഇവിടെ നോക്കണമെങ്കിൽ കണ്ടോ ചെറിയ ചെറിയ ബൂട്ടാസ്. ഇത് 2 ഷെയ്ഡ്ലെസ് ഇങ്ങനെ സട്ടലായിട്ടിരിക്കുന്നത്. കുറച്ച് അടുത്ത് വന്നാൽ അതിന്റെ ഒരു ഡബിൾ ടോൺ അറിയാൻ പറ്റുള്ളൂ. കണ്ടോ, ഡബിൾ ടോണിലാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ ഇത് ഇനി അടുത്തത് പറഞ്ഞോ ചേച്ചി. ഇത് നല്ല വർക്കായിട്ട് അല്ലേ? അതും അത് തന്നെ രംഗോളി സിൽക്കിൽ ഈ ഫുള്ള് ഇങ്ങനെ ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. ഈ കാണുന്നത് മൊത്തം ഹാൻഡ് വർക്കോട് കൂടിയിട്ട്. കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം, ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. വരാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് ഒരുവിധം വലിയൊരു എന്ന് വെച്ചാൽ ഫാബ്രിക്കിന്റെ ഒരു വലിയ കട ഇത് തന്നെയായിരിക്കും അല്ലേ? 5 ഫ്ലോർ ഉണ്ട് വലിയൊരു ബിൽഡിങ്ങിൽ. അതും എല്ലാം ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ വിസ്കോസില് ഷോളിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. ഷോളിന് വേണ്ടി അല്ലാണ്ട് ഇവിടെ ദുപ്പട്ടാസ് വേറെ ഉണ്ട്. അത് വേറെ മുകളിലത്തെ ഫ്ലോറിലാണ്. പക്ഷെ ഇത് നമുക്ക് ദുപ്പട്ട റോൾ ആയിട്ട് കിട്ടും. ഇത് 25 മീറ്റർ ആണോ? 25 മീറ്റർ. അപ്പൊ നമുക്ക് മുറിച്ച് കൊടുക്കാന്നല്ലേ? റേറ്റും കുറവാണത്. ഇങ്ങനെ വരുമ്പോ റേറ്റ് കുറവ്. മറ്റേതാകുമ്പോ മുറിച്ച് അതിന്റെ സൈഡ് ഫിനിഷിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. ഇനി റേറ്റ് എത്രയാണ് എന്താണെന്നുള്ളത് നേരിട്ട് വരാൻ വരുന്നതാണത്. ഇത് സിൽവർ അത് തന്നെ. ഇത് ഷോളിന് പോകുന്നതാണ്. ഇതും ദുപ്പട്ടയ്ക്ക് വേണ്ടി യൂസ് ചെയ്യണം. ഫോയിൽ പ്രിന്റ് വരുന്നത് ഇത് കേട്ടോ, ഫോയിൽ പ്രിന്റിൽ വരുന്നത്. അപ്പൊ ദുപ്പട്ടാസിന് ഇങ്ങനെ റോളും കൊടുത്തു തുടങ്ങിയില്ലേ? ഓ ഗ്രേറ്റ്, അടിപൊളി. വെറൈറ്റി കുറെ ഉണ്ട് നമുക്ക്. ഇപ്പൊ ഇതിരിക്കണ അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ് കേട്ടോ ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ എവിടെയൊക്കെ ഉണ്ട്. നമ്മള് വരിക, നോക്കുക, ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. പിന്നെ ഉള്ളത് ഇത് ചന്തേരിയിൽ തന്നെ അല്ലേ നമ്മൾ നേരത്തെ കണ്ട വർക്ക് എന്ന് പറയുമ്പോൾ എംബ്രോയിഡറി വർക്കാണ്. പക്ഷെ ഇത് സീക്വൻസ് വർക്കിൽ വരുന്നത്. സീക്വൻസ് വർക്കിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതും തന്നെയല്ലേ? അതെ, എത്ര വർക്ക് വേണം. പക്ഷെ ലേറ്റസ്റ്റ് വർക്കാണ് ഇവിടെ വന്നാൽ കിട്ടാട്ടോ. പഴയ ഐറ്റംസ് ഒന്നുകൂടെ കാണൂല. ഒരു 2 ദിവസം ആകുമ്പോഴേക്കും ഫുൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും അല്ലേ? ഓക്കെ. പിന്നെ പറഞ്ഞോ ചേച്ചി. ഇത് സിൽക്കിയാണ്. ഇത് സ്കേർട്ടിന് പോകുന്നുണ്ട്, സാരിക്കും പോകുന്നുണ്ട്. സാരിക്ക് ഇങ്ങനെ അപ്പൊ ഈ 6 മീറ്റർ 5 മീറ്റർ 5.5 മീറ്ററിന്റെ സാരി ആയിട്ട് മുറിച്ചെടുക്കാം. പിന്നെ ബ്ലൗസ് ഇവിടെ സെപ്പറേറ്റ് റോൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊരു ബിസിനസ് ആക്കി നടത്തുമ്പോൾ ഇങ്ങനെ സാരിയുടെ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ബുട്ടിക്കാർക്ക്, അതുപോലെ കച്ചവടക്കാർക്ക്, സ്റ്റാർട്ടപ്പുകാർക്ക്, അവർക്കൊക്കെയാണ് മെയിൻ ആയിട്ട് കേട്ടോ. നമ്മള് ഇത് എന്താ സിൽക്ക് മെറ്റീരിയൽ, സിൽക്കി മെറ്റീരിയൽ. എനിക്ക് ഈ ഷെയ്ഡാ ഭയങ്കര ഇഷ്ടമായത്. വരുമ്പോ സിൽവറും ഗോൾഡനും വരുന്നുണ്ട്. കണ്ട നല്ല രസമായിട്ടുണ്ട് അല്ലെ? സ്കേർട്ടിനാണ് അല്ലെ കൂടുതൽ പോണം? സ്കേർട്ടിനും സാരിക്കും ഫുൾ ഫ്രോക്ക് അടിക്കാനൊക്കെ നല്ലതാ, നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഓക്കെ. പിന്നെ ഇത് ഹെവി വർക്ക് വരുന്നത്.
ഹെവി വർക്ക് എന്തിലത് വരുന്നത്? രംഗോളി സിൽക്ക് തന്നെ, റംഗോളി സിൽക്കിൽ തന്നെ. ഓക്കെ, റംഗോളി സിൽക്കിൽ തന്നെ ഹെവി വർക്ക് അല്ലേ? സീക്വൻസ് വർക്ക്, സീക്വൻസ് വർക്ക്. പിന്നെ ഈ എന്താ പറയാ, ടാലന്റ് പറയണവർക്ക് എന്ത് വേണമെങ്കിലും അടിക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു ഫുൾ മെറ്റീരിയൽസ് ആണ് ഇവിടെ ഈ ഒരു സെക്ഷനിൽ മൊത്തം ഇരിക്കുന്നത്. പിന്നെ ലൈനിങ്ങും ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ മെറ്റീരിയൽസ് മാത്രം കാണിക്കുന്നത്. ഇത് പ്ലെയിൻ, ഇതെന്താ പ്ലെയിനില് ജിമ്മിച്ചൂട് തന്നെ പ്ലെയിനില് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ എടുത്തെടുത്ത് ഓരോന്നോരൊന്ന് കാണിക്കണം കേട്ടോ. നല്ല രസമായിട്ടുണ്ട് ഓരോന്നോരോന്ന്. ഈ സൈഡ് മൊത്തം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കിയല്ലേ. ഇതെ ഹക്കോബെല പ്രിന്റ് വരുന്നത്, വർക്കും വരുന്നതുണ്ട്. അതെ, അവിടെ ആണെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഹക്കോബ പ്ലെയിൻ ലൈറ്റ് വരുന്നത് അപ്പുറത്തെ സൈഡ്. അപ്പൊ ഇതൊരു സെക്ഷൻ കണ്ടില്ലേ? ഇത് മൽക്കോട്ടനാ? അതെ, മൽക്കോട്ടൻ കേട്ടോ. ത്രെഡിൽ വർക്ക് വരുന്നത്. ഇനി വിചിത്രയില് വർക്ക് വരും. ഇത് വിചിത്രയില് ബോർഡർ, താഴെ ബോർഡറും വരുന്നുണ്ട്. ഇത് എടുക്കാലോ ഒരെണ്ണം, എന്നാലും അറിയണോ അല്ലേ? ഈ കണ്ട ഈ ഒരു ബോർഡർ കാണണമെങ്കിൽ ഇങ്ങനെ വർക്കും വരുന്നുണ്ട്. അങ്ങനെയാണ്, എന്നാലും നമുക്ക് എടുത്താലും അറിയാൻ പറ്റുള്ളൂ ആക്ച്വലി ഇത് എന്താ സംഭവം എന്നുള്ളത്. അല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണ കാണുമ്പോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ബോർഡർ വരുന്നത് ഇത് ഇപ്പൊ ഇരിക്കണ സംഭവം ഇങ്ങനെയാണ്, തുറന്ന് ഇങ്ങനെ കാണണം. എന്താണ്? ചന്തേരി തന്നെ, മൽച്ചന്തേരിയിൽ വർക്ക് വരുന്നത്. ഇത് ബോർഡർ, ഇത് കൂടുതൽ ഈ ഫ്രോക്ക് സ്കേർട്ട് അടിക്കാനായിട്ട്. അപ്പൊ അടിയിൽ ഈ ബോർഡർ വരുമ്പോ നല്ല രസമായിരിക്കും. അതുപോലെ കുട്ടികൾക്ക് ഫ്രോക്കും തയ്ക്കാട്ടോ, അത് ആരും ഒന്നും പറയില്ല എന്നല്ലേ. ഇത് കണ്ടോ പോൾക്കാസ് വരുന്നത്. ഇത് ചന്തേരിയില് പോൾക്കാസ് വരുന്നത് കേട്ടോ. അതിലിപ്പോ എല്ലാം കൂടി മിക്സ് ആയിട്ട്, ചെറുതും വലുതായിട്ട് മിക്സ് ആയിട്ടുള്ള പോൾക്കാസ് ആണ് വരുന്നത്. അതിലും കളർ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കളേഴ്സ് ഇതേ ഇഷ്ടമുണ്ട്. കളേഴ്സ് മാത്രമല്ല, മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ക്വാണ്ടിറ്റി അല്ലെ, ക്വാണ്ടിറ്റി ആണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ, നമുക്ക് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുമില്ല. എല്ലാം ട്രാൻസ്പോർട്ടൊക്കെ ഇവിടെ ചെയ്തു തരില്ലേ? എല്ലാം ചെയ്തു തരും. ഓക്കെ, എപ്പോഴും ഡെയിലി ഡിസ്പാച്ച് ആയിക്കൊണ്ടിരിക്കും. ഇത് ലിനനില് പ്രിന്റ് വരുന്നത്. ഭയ്യ एक पीस यहाँ से निकाल के दो. ഇത് വർക്ക് നമുക്ക് ഏകദേശം അറിയണ്ടേ എന്താ. ഇത് ലിനനാ വരുന്നത്. यहाँ से एक पीस निकाल के दिखाओ. പ്രിന്റ് വരുന്നത് ലിനനില്. ये आप पीछे आ जाओ. ഇത് ആള് പിന്നിൽ നിന്നിട്ട് ഓരോന്നോരോന്ന് എടുത്താ നല്ല കാണുമ്പോ. ഇത് ലിനല്, പക്ഷെ നല്ല ലിനൻ പ്യൂർ അല്ലേ, നല്ല ലിനലില് പ്രിന്റ് വരുന്നത് കേട്ടോ. അപ്പൊ പ്രിന്റ് ഒരുപാടുണ്ട്. एक മെറ്റീരിയൽ ദിഖാവോ हम लोगों को क्या क्या है करके. കണ്ടോ ചന്തേരിയില്. ചേച്ചി പറയും. ചന്തേരിയില് വർക്ക് വരുന്നത് വർക്ക് ബീഡ് വർക്കാണ്. ഇത് കട്ട് ബീഡ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എംബ്രോയിഡറിയിൽ വർക്ക് വരുന്നുണ്ട്. ബ്ലാക്ക് മാത്രമല്ല കേട്ടോ, കളേഴ്സ് ഉണ്ട്. കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഇരിക്കുന്നത് ഇതിന്റെ കളേഴ്സ് ആട്ടോ. ഈ കാണുന്നത് മൊത്തം കളേഴ്സ് ആണ്. ഇതിപ്പോ നമുക്ക് ബുട്ടിക്കാർക്കുള്ളത് അടിപൊളിയായിട്ട് എന്തുവാണെങ്കിലും തയ്ക്കാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് വരുന്നത്. ഇതന്നെ ഇത് മെറ്റീരിയൽ മെറ്റീരിയൽ സെയിം ആണ്. അതുപോലെ തന്നെ ഇതാണെങ്കിൽ ഹാൻഡ് വർക്ക് ഇതാകുമ്പോ പോളി ചന്തേരി. ഇതോ ചന്തേരി. ചന്തേരിയിൽ എത്ര ചന്തേരി വരുന്നുണ്ട്? ഇതൊക്കെയാ മൽച്ചന്തേരി, പോളി ചന്തേരി, പിന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ അതില് വർക്ക് വരുന്നത്. പിന്നെ ഇത് നോക്കിയേ, രസമുണ്ട്. പോളി ക്രേപ്പ്. ഇത് പോളി ക്രേപ്പില് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കോഡിങ് വർക്കൊക്കെ ആയിട്ട് സീക്വൻസ് വർക്ക് ആയിട്ട് പ്രിന്റും ഉണ്ട്, വർക്കും വരുന്നുണ്ട്. രണ്ടും കൂടിയിട്ടായിട്ട് വരുന്നത്. പിന്നെ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. ഇത് സെൽഫ് വന്നിട്ടുണ്ട് അല്ലേ? അതെ, കാണുമ്പോൾ അറിയാവോന്ന് എനിക്കറിയില്ല. കുറച്ച് അടുത്തേക്ക് വന്നാൽ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതെന്താ മെറ്റീരിയൽ? എന്താ? സോഫ്റ്റ് ഓർഗൻസ്. ഒരു ചെറിയ സെൽഫ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനടിയിൽ ഇങ്ങനെ ഒരു ലൈനിങ് ഒക്കെ വെച്ചാൽ അത് ശരിക്കും പോപ്പ് ചെയ്ത് ലൈനിങ്ങും ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ പുറത്തേക്കൊന്നും പോകണ്ടല്ലോ. പിന്നെ പ്ലെയിനിലും ഉണ്ടല്ലേ നന്നായിട്ട് കളക്ഷൻസ്. ഇത് ഷിമ്മറില് ഇല്ല, ഡോൾഫിൻ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഒരു ചെറിയ തിളക്കുണ്ട്, അതാണ് കേട്ടോ ഞാൻ ഷിമ്മർ പറഞ്ഞത്. അത് അതിനകത്ത് ഷൈനിങ് വരുന്നുണ്ടല്ലോ. ഡോൾഫിൻ ഡോൾഫിൻ മെറ്റീരിയൽ കേട്ടോ, അടിപൊളി. അതിലും കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ അതിന്റെ കളേഴ്സ് കേട്ടോ. ഈ ഇരിക്കണത് മൊത്തം എത്ര കളേഴ്സ് വേണം. ഒരു ഇതിൽ തന്നെ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 തൊട്ട് 12 കളേഴ്സ് എല്ലാത്തിലും കാണും കേട്ടോ. ഇപ്പൊ ഏത് വർക്ക് എടുത്താലും അതിൽ 10 തൊട്ട് 12 കളേഴ്സ് നമുക്ക് എന്തായാലും കാണും. പിന്നെ ഇവിടെ പഠിക്കണ്ടേ എന്നൊരു ഡൗട്ട്. ഇത് നോക്കാം അല്ലെ. ഇതൊക്കെ എന്താ സംഭവം? കോട്ടൺ പ്രിന്റുകളാണ്. കോട്ടന്റെ പ്രിന്റിൽ ഇത് എങ്ങനെ ഒന്ന് ഓടിപ്പിച്ച് പോക്കോ. കോട്ടന്റെ കോട്ടന്റെ പ്രിന്റില് ജയ്പൂരി കോട്ടന്റെ ടോപ്പും ബോട്ടം മിക്സ് ആണോ അല്ലെങ്കിൽ വെറുതെ ടോപ്പും രണ്ടും മിക്സ് ഉണ്ട്? അതുപോലെ ഒറ്റയ്ക്ക് നമുക്ക് ടോപ്പായിട്ട് മാത്രം തയ്ക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തയ്ക്കാം. കലംകാരി പിന്നെ അങ്ങനെ പ്രിന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കോട്ടന്റെ വെറൈറ്റീസ്. പിന്നെ ഇവിടെ ഇരിക്കണത്
ഇത് ഷാളുടെ നമ്മ പറഞ്ഞതിന്റെ തന്നെ വേറൊരു ആ ഇത് ഷോൾഡ് നമ്മൾ പറഞ്ഞില്ലേ അതിൽ ചുണ്ടി ചുങ്കുടിയിൽ വരുന്നത് മുറിച്ചെടുക്കാൻ പറ്റണത് കേട്ടോ. ഇത് ചന്തേരിയില് ബ്ലാക്ക് പ്രിന്റ് വരും, ബ്ലാക്ക് വർക്ക്. ഇതൊക്കെ ഇപ്പോഴത്തെ ന്യൂ അപ്ഡേറ്റ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നേരിട്ടിട്ട് അതുപോലെ തന്നെ നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കാനും പറ്റും കേട്ടോ. അപ്പൊ എത്ര പീസ് ഏതാ വേണം എന്നുള്ളത് പറഞ്ഞാൽ മതി. എടുക്കുമ്പോൾ ഇത് മുറിച്ച് കിട്ടൂല, ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ തന്നെ എടുക്കണം. സിംഗിൾ പീസ് ഇല്ല കേട്ടോ, ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതിന്റെ കളേഴ്സ് ഒക്കെ നോക്കിയാൽ നല്ല ഷൈനിങ് ആയിട്ടുള്ളത്. ഇത് എന്താ ജിമിച്ചു അല്ലേ? ഫെൻഡിയാണ് അല്ലേ? ഫെൻഡിയില് ജിമിച്ചു അല്ല, ഫെൻഡിയാണ്. ഫെൻഡിയില് ഇതുപോലെ ഫുള്ള് ഇത് വീവിങ് ആണ് വരുന്നത് കേട്ടോ. ഫെൻഡി ഒരു അടിപൊളി സംഭവം. ഇത് ദുപ്പട്ടയ്ക്കാണോ അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും പോകുന്നുണ്ട്, ടോപ്പിന് ഷോളിന് ദുപ്പട്ടയ്ക്ക് എല്ലാത്തിനൊക്കെ വേണ്ടിട്ട് പോകുന്നുണ്ട്. ഓക്കെ. ഇനി ഇത് ലിനൻ അല്ലേ ചേച്ചി നേരത്തെ കണ്ടത്? നമുക്ക് അവിടുത്തെ അതിന്റെ തന്നെ വേറെ സ്റ്റോക്ക് ഇവിടെ കുറച്ച് ഇരിക്കുന്നുണ്ട്. ലിനന്റെ കേട്ടോ. ഈ കാണുന്നത് മൊത്തം ലിനന്റെ പ്രിന്റുകൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ പ്ലെയിൻ ചന്തേരി പ്ലെയിനില് വർക്ക്, ഹാൻഡ് വർക്ക്, എംബ്രോയിഡറി വർക്ക് എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുത്തോ. അല്ലാത്തത് ഇവിടെ വർക്കായിട്ട് വരുന്നത് വേറെ ഉണ്ട്. അപ്പൊ അതിൽ പ്ലെയിനിൽ ഇത്രയും കളേഴ്സ് അടി വരെ മൊത്തം. ഇത് പ്ലെയിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ചന്തേരി മിക്സ് ഉണ്ട്, പിന്നെ ചന്തേരി ഉണ്ട്, പിന്നെ ഇതൊക്കെ ചന്തേരി തന്നെ. അത് കസ്റ്റമർ ഇത് വർക്ക് എടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ അത് വർക്ക് കൊടുക്കും, ബാക്കിൽ പ്ലെയിൻ കൊടുക്കും. ഓക്കെ. ഫ്രണ്ടില് ഇതിപ്പോ നമ്മൾ ഒരു കുർത്തിയെ തയ്ക്കണത്, കുർത്തിയുടെ ഫ്രണ്ടില് നമുക്ക് ഇത് വയ്ക്കും, ഇതിന്റെ ബാക്ക് സൈഡിൽ പ്ലെയിൻ ഇത് വയ്ക്കും. അങ്ങനെ ബുദ്ധിക്ക് കളിക്കാം. അപ്പൊ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിട്ടേ. ഇത് സിൽക്കില് വേറെ നമ്മള് നേരത്തെ സിൽക്കി കണ്ടില്ലേ? പക്ഷെ ഇത് നല്ല സിൽക്കും നല്ല സോഫ്റ്റ് ഫോയിൽ പ്രിന്റ് നല്ല. ഇതൊക്കെ ഇങ്ങനെ നൂർത്തി ഇങ്ങനെ കണ്ടപ്പോ നല്ല സൂപ്പർ. ഇത് ലേറ്റസ്റ്റ് കളക്ഷൻ, പുതിയത് വന്ന കളക്ഷൻ. ഇതിന്റെ കളേഴ്സ് ആട്ടോ ഈ കാണുന്നത്. പിന്നെ വരുന്നത് ഇത് നന്നായിട്ടുണ്ട്. ഇത് ഫെൻഡിയിൽ തന്നെയല്ലേ? ഫെൻഡിനല്ലേ? ഒരു തിളക്കം, ഒരു പിടുത്തം കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും കേട്ടോ. തിളക്കം, പിടുത്തവും. ഓർഗൻസയില് ഫോയിൽ പ്രിന്റ്, ഓർഗൻസയില് പ്രിന്റ് കേട്ടോ. ഓർഗൻസയില് പ്രിന്റ് വരുന്നത്. അതുപോലെ തന്നെ ഹക്കോബയില് വരുന്നുണ്ട്. ഹക്കോബയിലും മുകളിൽ കളക്ഷൻസ് വരുന്നുണ്ട്. കസ്റ്റമറാന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും വന്നതല്ലേ, ഒരു കാര്യം ചോദിച്ചറിയട്ടോ. വായോ, ഒരു കാര്യം ചോദിക്കട്ടെ. വരുന്നുണ്ട് സ്ഥിരം വല്ല കസ്റ്റമർ. വാ, കേട്ടില്ല, ഇങ്ങോട്ട് വന്നാലോ കേൾക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു. പറയ എന്താ പറഞ്ഞ അവിടുന്ന് പറഞ്ഞത് കേട്ടില്ല. വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, അടിപൊളിയാണ്, തകർക്കുണ്ടല്ലേ? ഓക്കെ. നമുക്ക് ഇവിടെ എന്താണ് കുറെ നാളായിട്ട് ഇപ്പൊ നിങ്ങള് വന്നോണ്ടിരിക്കുക? ഞങ്ങൾ എപ്പോഴും വന്ന ഷോപ്പാണ് സ്ഥിരമായിട്ട്. ചേച്ചി ആയാലും ഇവിടെ എല്ലാവരും നല്ല അടിപൊളിയാണ്, അപ്പൊ അതുകൊണ്ട് സ്ഥിരമായിട്ട് വന്നതാണ്. അതാണ് ഇവിടെ ചേച്ചി ആളെ കണ്ടപ്പോഴേക്കും വേഗം കൈകൊണ്ട് കാണിച്ചത്. സ്ഥിരം കസ്റ്റമർ ആണല്ലോ അല്ലെ? എവിടെ സ്ഥലം എവിടെയാ? ഞങ്ങൾ പറവൂരാണ്. ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ബുട്ടിക്കാണോ ഷോപ്പാണോ? ഞങ്ങൾ സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ്. നമ്മള് വിചാരിച്ചായിട്ടൊക്കെ ഇപ്പൊ ഈ സ്റ്റിച്ചിങ് യൂണിറ്റ് ആകുമ്പോ പ്രത്യേകിച്ച് പറയുമ്പോ ലേറ്റസ്റ്റ് കളക്ഷൻ എപ്പോഴും പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ആ സാധനം ഇവിടെ ഉണ്ടാവും. അതെ, എന്താണോ ലേറ്റസ്റ്റ് കളക്ഷൻ. ഇനിയിപ്പോ റേറ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? അഫോർഡബിൾ റേറ്റ് ആണ്, കുഴപ്പമില്ലാണ്ട് നമുക്ക് വിചാരിച്ചായിട്ട്. പിന്നെ ഒരു സന്തോഷമല്ലേ നമുക്ക് എറണാകുളം മാർക്കറ്റിൽ 5 ഫ്ലോറിൽ മൊത്തം ഫൈബ്രിക്സ് ലൈനിങ് വേണമെങ്കിൽ ലൈനിങ്, കർട്ടന്റെ തുണി വേണമെങ്കിൽ കർട്ടൻ. പ്രത്യേകിച്ച് വെച്ചാൽ ക്രേപ്പ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേസ്റ്റൽ ഷെയ്ഡ്സ് എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെയാണ് എല്ലായിടത്തും കിട്ടുക. എന്തായാലും കൂടുതൽ ബുട്ടിക്സിലായാലും ഇപ്പൊ മോഹൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങിക്കണമായിരിക്കും സ്ഥിരം ക്രേപ്പ് മെറ്റീരിയൽ. എസ്പെഷ്യലി അത് കൂടുതൽ ഡിമാൻഡ് ആണ് യൂണിറ്റിൽ. നിങ്ങൾ എന്തൊക്കെ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കണം? കിഡ്സ് ഫ്രോക്ക് ആണ്. കടകൾക്ക് സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ ഷോപ്പിലേക്ക് കൊടുക്കണതാണ് അല്ലേ? ഓക്കെ. അങ്ങനെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറഞ്ഞു. ലാൻഡോ ക്രിയേഷൻസ് എന്ന പേര്. അപ്പൊ ഇയാളുടെ പേരോ? റിൻറ്റു. അല്ല, ഇത് റീറ്റെയിൽ. അപ്പൊ പിന്നെ നമുക്ക് ചോദിക്കണോണ്ട് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. അന്നേരത്തെ വന്ന് കയറിയോളോ? തുടങ്ങി ലാസ്റ്റ് പിടിക്കാം. മറ്റാള് കൂടി ഉണ്ടാവട്ടോ ചേച്ചി. ഓക്കെ ചേച്ചി, ഇനി നമുക്ക് നമ്മുടെ ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പറഞ്ഞോ. ഇത് ഫോയിൽ പ്രിന്റ് തന്നെ വരുന്നത്. ദുപ്പട്ടയ്ക്കും അല്ലാണ്ട് ടോപ്പിന് സാരിക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ. കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കളേഴ്സിനേക്കാളും കൂടുതൽ കളക്ഷൻസ് കാണിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഇത് പറയുമ്പോ നമുക്ക് ക്രഷില്
ക്രഷ് രംഗോളി സിൽക്ക് ക്രഷില് അതിൽ ഇങ്ങനെ വർക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഞാൻ പിടിച്ചിരിക്കുന്നത് രണ്ടും രണ്ട് കളറാണ്, പറഞ്ഞാൽ ലൈറ്റ് പറഞ്ഞ ഡാർക്കും അങ്ങനെ. ഇതൊക്കെ കഴിഞ്ഞ എടുത്ത് വെച്ചോട്ടാ കേറ്റി. ഇത് ചന്തേരിയിൽ ചന്തേരി കാരണമാണ് കൂടുതലും ക്വാണ്ടിറ്റി എല്ലാം വർക്ക് മാറി മാറി വരുന്നുണ്ട്. ചന്തേരിയിൽ തന്നെ നന്നായിട്ട് വെച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ ഇവിടുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കയറാം. ഓക്കെ, ഇനി ഇതും വരുമ്പോ വർക്ക് ചന്തേരിയിൽ തന്നെ ഒന്നും നീങ്ങുന്നുണ്ട്. ചന്തേരിയിൽ തന്നെ ഇങ്ങനെ ഫുൾ വർക്ക് വരുന്നത് കേട്ടോ. ചന്തേരിയിൽ വർക്ക്, അതുപോലെ തന്നെ ഇത് ചിക്കൻ കറിയിൽ സ്വീക്കൻസ് വർക്ക് വരുന്നത്. ഇത് വരുമ്പോ ക്രഷിൽ തന്നെ നേരത്തെ കണ്ടതിൽ തന്നെ അതിൽ തന്നെ വർക്കുകൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും കേട്ടോ. ബൾക്ക് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെയാണുള്ളത്. ഇത് ഷിമ്മറിൽ ഷിമ്മർ നെറ്റില് ഷിമ്മർ അല്ലേ. ഇതിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഓരോന്നെടുത്ത് കണ്ടില്ലെങ്കിലും കാണാൻ വീഡിയോ കോൾ ആകുമ്പോ ഇതുപോലെ ചേച്ചി ഇങ്ങനെ ഓരോന്ന് എടുത്ത് കാണിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോ അവരെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കളർ എടുത്ത് കാണിക്കാൻ പറയും. അങ്ങനെ എന്നിട്ട് അത് നമ്മള് അയച്ചു കൊടുക്കും. ക്രേപ്പ് എടുത്ത് കോട്ടൺ ലൈനിങ് ആണെങ്കിൽ കോട്ടൺ ലൈനിങ് എടുത്ത് നമ്മള് അയച്ചു കൊടുക്കും. ഓക്കെ. ഇത് നോക്കിയേ, ഇതൊരു മെയിൻ ഫാബ്രിക്കിൽ തന്നെ. ഇത് ഫെൻഡിയിലാണല്ലേ വർക്ക് വരുന്നത് കേട്ടോ, ഫുൾ വരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിച്ച ഐറ്റം ഒക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. ഇത് വേറൊരു മെറ്റീരിയൽ ജൂട്ടാണ്, പ്ലെയിൻ ജൂട്ട്. ഇത് ജൂട്ടില് കേട്ടോ, പ്യുവർ ജൂട്ടില് പ്ലെയിനിലാണ് വരുന്നത്. ഇനി ഇതിന്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇരിക്കണത് മൊത്തം ഇതിന്റെ കളേഴ്സാണ്. അപ്പോൾ ഏകദേശം ഒരു 10-15 കളേഴ്സ് നമുക്ക് ഏതൊരു ഫാബ്രിക് എടുത്താലും അതിൽ അവൈലബിൾ ആണ്. ഇത് ബനാറസി അല്ലേ ചേച്ചി? അതെ, ബോർഡർ വരുന്നത്. ഇപ്പൊ ഇരിക്കുമ്പോ ഇത് മാത്രം കാണുള്ളൂ. ഈ ബോർഡർ കാണണമെങ്കിൽ ഇതുപോലെ പുറത്തെടുത്ത് കാണണം, എന്നാലാണ് കാണാൻ പറ്റുള്ളൂ. ചേച്ചി പറയും, ഇത് കാണുന്നത് മൊത്തം ഇത് ചിക്കൻ കറിയില് നെറ്റിൽ വന്നേക്കണം. നെറ്റ് ഇതിട്ടാ ഈ ഫുൾ കാണുന്നത് ചിക്കൻ കറിയില് വർക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കളേഴ്സ് ഒക്കെ അടിയിൽ വേണ്ടത് ഇരിക്കുന്നുണ്ട്. ഇതെന്താ, ഇത് നമ്മുടെ ബനാറസി തന്നെ ബോർഡർ വരുന്ന വർക്ക് കേട്ടോ. ലേറ്റസ്റ്റ് കളക്ഷൻ ആണ്. പർദ്ദയുടെ മെറ്റീരിയൽ നമുക്കുണ്ട് ഇവിടെ. അത് ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ തുടങ്ങിയതാണോ? ഇല്ല, നമുക്കിത് ഉണ്ടായിരുന്നില്ലേ. പക്ഷെ നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. പർദ്ദയുടെ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. അതെ, അത് പുറത്തുനിന്നുള്ളത് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ബ്ലാക്ക് പുറത്തുനിന്ന് കൂടുതൽ എക്സ്പോർട്ടിംഗ് ആണ് അല്ലേ. ഓക്കെ. കളേഴ്സും ഉണ്ട്. പർദ്ദയുടെ മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ എന്തിന്റെ വരുന്നത്? ഇത് ചന്തേരിയിൽ വരുന്നത്. ഇപ്പൊ വിഷുവിന് കൂടുതൽ ഞങ്ങൾക്ക് പോയത് ഈ ഐറ്റം ആണ്. പോയത് ഈ ഐറ്റം ആണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജിൽ ഇപ്പൊ നിൽക്കണത്. ഇപ്പൊ ഓൾറെഡി മേടിച്ച് കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും. കാരണം ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ 1 മാസം മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ബുട്ടിക്കാർക്ക് ലാസ്റ്റ് സമയത്ത് നമുക്ക് ചില ഐറ്റംസ് ഒക്കെ അന്വേഷിക്കണമെന്നുണ്ടാവില്ല. അപ്പൊ വന്നെടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതിന് പല ഡിസൈനുകൾ ഉണ്ടല്ലേ. അതെ. ഇവിടേക്ക് വരാണെങ്കിലേ ഈ കാണുന്നത് മൊത്തം സെയിം ബേസ് വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡ്. അതിൽ തന്നെ പല ഡയബിൾ ആണ്. പല മെറ്റീരിയൽസ് അല്ല, പല വർക്ക്സ് ആണ്. ഡയബിൾ ആണ്. അപ്പൊ പിന്നെ അടിപൊളിയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡൈ ചെയ്തെടുക്കാം. ഓഫ് വൈറ്റും വരുന്നുണ്ട്, വൈറ്റും വരുന്നുണ്ട് കേട്ടോ. രണ്ടും വരുന്നുണ്ട്. ഇതാ ഡൈ ചെയ്യാൻ പറ്റൂ അല്ലേ. അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഡബിൾ ഷെയ്ഡ് വരുന്നതല്ലേ. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നല്ല ഇവനോട് പറയാം. ഒരു ഡബിൾ ഷെയ്ഡ് 3 ഷെയ്ഡ് വരുന്നത്. മതി. ഇതാ സാരിക്കോ സ്കേർട്ടിനോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു 3 ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ക്രഷിലാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പം മെറ്റീരിയൽസിന് കുറവില്ല. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ വിചാരിച്ച ഐറ്റം തയ്ച്ചെടുക്കാൻ പറ്റും. പഠിക്കാനായിട്ട് ഇവിടെ വരാം കേട്ടോ. ഐറ്റംസ് ഒരു ഫുൾ ആയിട്ട് എടുക്കണം. കാരണം എന്താ വെച്ചാൽ സ്റ്റിച്ചിങ് ചെയ്യും. നമുക്ക് ഫസ്റ്റ് ഒന്ന് പഠിക്കണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ മുറിച്ച് കിട്ടില്ല എന്ന് മാത്രം. എടുക്കുമ്പോൾ ഇത് ഫുൾ എടുക്കാം. കാരണം റേറ്റ് കുറവാണ്. അതുകൊണ്ടാണ് പഠിക്കാനും ഇവിടെ നിന്ന് മേടിക്കാന്ന് പറഞ്ഞല്ലേ. ഇത് പറഞ്ഞേ, അത് ക്രഷിഡ് തന്നെ. ഇതിന് ക്രഷിലെ വർക്ക് രംഗോളി ക്രഷ് തന്നെ. രംഗോളി ക്രഷിൽ തന്നെ ഇതിൽ ഫുൾ വർക്ക് വരുന്നതാട്ടോ. ഞാൻ ഈ മെയിൻ ഫാബ്രിക്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. കാരണം മുകളിലത്തെ ആകുമ്പോൾ പ്ലെയിൻ, അതുപോലെ കർട്ടൻ്റെ തുണി, സ്കൂളിന്റെ മെറ്റീരിയൽ, യൂണിഫോമിന്റെ വരുന്നുണ്ട്, നഴ്സിംഗ് കുട്ടികൾക്കുള്ളത് വരുന്നുണ്ട്. എല്ലാ ഐറ്റംസ് എല്ലാത്തിൻ്റെയും ഫാബ്രിക്സ് ഇവിടെ കിട്ടും കേട്ടോ. അപ്പൊ ഇതായി. പിന്നെ ചന്തേരിയില് ത്രെഡ് വർക്ക് കേട്ടോ. പ്രിന്റാണിത്. പ്രിന്റാണ്, വർക്കല്ല. ഒന്നടുത്തേക്ക് വന്ന ഇത് ആരാ കണ്ടാ പറയാ ഇത് പ്രിന്റാന്ന്. ശരിക്കും ഒരു ത്രെഡ് വർക്കിന്റെ ഒരു ഫീലിംഗ് അല്ലേ. അല്ലേ, നമ്മളെ ഇങ്ങനെ പിടിച്ചിട്ട് പോലും എനിക്ക് ഇതായില്ലാന്ന്. നമുക്ക് ഇത് നല്ലോണം പോകുന്നുണ്ട്. റിപ്പീറ്റ് ആണ് ഐറ്റം ഇതില്ലേ. ഓ ഗ്രേറ്റ്. ഇതുപോലത്തെ ത്രെഡ് വർക്ക് ചെയ്ത പോലെ ആ ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. കണ്ടാ, ഇത് ആരാ പറയാ ഇപ്പൊ ഇത് പ്രിന്റ് ആണോ ത്രെഡ് ആണോ അല്ലേ. അതെ,
അതാണ് ഐറ്റം, അതാണ് മോഹൻ ടെക്സ്റ്റൈൽസിന്റെ പ്രത്യേകത. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ തപ്പി 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 കൊണ്ടുവരുന്ന ഒരു ഐറ്റാ. ഇത് നോക്കിയേ, ടിഷ്യൂല് വർക്ക്. ഇത് ടിഷ്യൂല് ബോർഡറിൽ ഇങ്ങനെ വർക്ക്, പിന്നെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ബൂട്ട വർക്ക്സ് വരുന്നത്. കോസ്മോസിന്റെ മെറ്റീരിയൽ ആണെന്ന് പറയണല്ലേ. ആ, ഇവന്റെ ഹിന്ദിയും ശരിയല്ല, മലയാളവും ശരിയല്ല. കോസ്മോ മെറ്റീരിയൽ കേട്ടോ. ഇതിൽ ബോർഡറിൽ ഇങ്ങനെ വർക്ക് വരുന്നത്. അടിക്കാനൊക്കെ നല്ല ലാച്ചയ്ക്ക് അല്ലേ. ഓ, ഇത് പ്രിന്റ് ആണ്. ഇത് കണ്ടറിയാം, ഇത് പ്രിന്റില്. ഇത് കൂടുതൽ എന്തിനാ പോണേ, മീൻസ് ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുമ്പോ ചേച്ചിയോട് എന്തിനാ പറയാ, ഫുൾ ഫ്രോക്ക് അടിക്കാനൊക്കെ. ഫ്രോക്ക് അടിക്കാനൊക്കെ അടിക്കാനും നല്ലതാണ്. കൂടുതലും ഫ്രോക്കിനാണ് പോകുന്നത്. ക്വാണ്ടിറ്റിയും കളേഴ്സ് വേണമെങ്കിൽ നോക്കിക്കോട്ടെ. ഈ 3 ലെയർ മൊത്തം അതന്നെ ഇരിക്കണത്. ഫുൾ അതിന്റെ തന്നെ ഫുൾ പ്രിന്റ് ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ അടിപൊളി ഫ്രോക്ക് ഇങ്ങനെ കുറച്ച് വിരിച്ചിട്ടിട്ടുള്ളത് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ചേച്ചി പിന്നെ ഇത് വർക്ക്, ഇതെന്താ ചന്ദേരിയിലാണ്. ചന്ദേരിയില് നല്ല കളക്ഷൻസ് ഉണ്ട്. ആ, പേസ്റ്റലായാലും ഡാർക്ക് ആയാലും ചന്ദേരിയില് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ വരുന്നത്. പിന്നെ ഇതും ചന്ദേരി തന്നെ ബോർഡർ. ഇതിങ്ങനെ നോക്കരുത്, ഇങ്ങനെയാണ് നോക്കേണ്ടത് അല്ലേ. വർക്ക് അടിപൊളിയാണ്. ഷിമ്മറില് വർക്ക്. ചേട്ടാ അവിടെ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കണേന്നൊക്കെ പറയണ്ടേ. ഞാൻ വരട്ടെ അങ്ങോട്ട്. സാർ പ്ലീസ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ തമിഴൊക്കെ സംസാരിക്കും. സാർ പ്ലീസ് വാങ്ങോ. ആ, ഇതേത് ഭാഷയാണപ്പാ? யூடியூப்ல பார்த்தாச்சு. இல்லையா? கண்டா ஃபுல்லா உங்களுக்கு ஃபாலோவர் நான் நிறைய பார்க்கறேன். தேங்க்யூ எம்டி இது எல்லாம் பார்த்ததா. ஓகே. என்ன தமிழ் இത്രയും മോശം. நல்ல ടാലന്റ്. ബംഗളൂരും പോடுறாங்க. എവിടേക്ക് ബംഗളൂരു നോടിയാണ്. സാറിന്റെ പേര്? அசோக். சூரத்தும் போட்டாங்க. സാറ് സൂറത്ത് പോയാச்சு உங்க യൂട്യൂബ് വെച്ച് போட்டு. സാർ ഓൾ സ്റ്റേറ്റ് പോണു. ഓക്കെ സാർ, ഇവിടുത്തെ മോഹൻ ടെക്സ്റ്റൈൽസ് எப்படி இருக்கு கலெக்ஷன்ஸ்? பெஸ்ட். റേറ്റ് വൈസ് നോർമൽ. എഫോർട്ട് ചെയ്യാം. ഓക്കെ സാർ ഫോർ ഫുൾ സാറ്റിസ്ഫൈഡ് ഐറ്റം. സാർ തമിഴ്നാട്. തമിഴ്നാട്. മോഹൻ ടെക്സ്റ്റൈൽസ് ഇസ് ദി ബെസ്റ്റ് ഷോപ്പ് അല്ലേ? വിജയ് സ്റ്റൈൽ. വിജയ്. ഇനി എന്താ പറയാ, തമിഴ്നാട് സിഎം വിജയ്. സാർ ബുട്ടിക്കാ അല്ലെങ്കിൽ ബുട്ടിക്കാ? ഓക്കെ താങ്ക് യു സാർ. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു. കണ്ടോ, യൂട്യൂബില് പാതക. ഇനി ഞാനെന്ത് പറയല്ലേ, ആള് തമിഴ വേണ്ട എടുക്കണ്ടതൊക്കെ പറഞ്ഞത്. ആര് സ്റ്റാഫ് നമുക്ക് അറിയില്ല തമിഴ, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്. അതൊക്കെ പോട്ടെ, എന്തായാലും നമുക്ക് ഐറ്റംസ് എല്ലാം കാണിക്കല്ലേ. അവർക്ക് ഇതേ, ഇത് ചന്തേരിയിൽ ഇങ്ങനെ വർക്ക് വരുന്നത് അല്ലേ. ഇതില് ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കളർ ഷെയ്ഡ്സ് നോക്കിയാൽ ഈ കളറൊക്കെ നല്ല ലെവൻഡർ ഷെയ്ഡൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കിയേ, ഇത് ഗ്രീൻ, നല്ല നല്ല ഷെയ്ഡുകൾ ഉണ്ട് അല്ലേ. അതെ, ഓറഞ്ച്, പേസ്റ്റൽ ഷെയ്ഡ്സ്. ഇതൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ എടുത്തവരൊന്നും നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയണം, കൂടുതൽ വരാണെങ്കിൽ നല്ലതാണ്. എറണാകുളം മാർക്കറ്റിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു ഫൈബ്രിക്കിന്റെ ഒരു ലോകം തന്നെയാണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത്. ആ, ഇനി ഈ ഒരു ഏരിയ എന്താ ഇത് പറഞ്ഞോ? ഇത് ചന്തേരി തന്നെ. ചന്തേരിയിൽ തന്നെ. ചന്തേരിയിൽ നിങ്ങൾക്ക് എത്ര വെറൈറ്റീസ് വേണം വർക്കിൽ കേട്ടോ. ആ, ഇത് ഷിഫോണാണ്. ഷിഫോണില് അതാണ് ക്രഷ് ഷിഫോൺ. ആ മെറ്റീരിയൽ ഒന്ന് കാണിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ദൂരത്തേക്ക് ഇരിക്കുമ്പോൾ എല്ലാതും ഒരുപോലെ. അതെ, ഷിഫോണിന്റെ മെറ്റീരിയൽ, അതിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതിന്റെ കളേഴ്സാണ് ഈ ഇരിക്കണത് മൊത്തം. അതുപോലെ ഈ കാണുന്നത് മൊത്തം പ്രിന്റില്. ഇത് വരുമ്പോൾ നമുക്ക് അത് സിൽക്കിയാണ്. ഇത് ഫെൻഡി സിൽക്കി. ഷിഫോണില് ഫെൻഡി കേട്ടോ. ഷിഫോണില് ഫെൻഡി. അതുപോലെ തന്നെ ഇത് ചന്തേരിയില് വേറൊരു വർക്ക് ഉള്ളത്, കട്ട് വർക്കും കട്ട് ബീഡ് വർക്കും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇത് നോക്കിയേ, അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ. എന്തൊക്കെ ചൂസ് ചെയ്യണം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ. അതാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയും ചിരിച്ചു വരുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവും. കേറി വരുന്നവരൊക്കെ ചിരിക്കലുണ്ട്. അവർക്ക് വരണമെന്നുണ്ട് വീഡിയോയില്, പക്ഷെ എങ്ങനെ വരും ഇല്ലേ, വരണമെന്നുണ്ട് അല്ലേ വീഡിയോയില്. ഞാൻ അത് കേട്ടില്ല കേട്ടോ. അതൊന്നും ഇതിൽ പറഞ്ഞാലേ കേട്ടോളൂ. പറഞ്ഞോ, ഇപ്പൊ നേരത്തെ പറഞ്ഞത് കേട്ടില്ല. അത് അവിടെ നിന്ന് പറഞ്ഞ ഞാൻ കേട്ടില്ല. ഒന്ന് പറഞ്ഞോ. അല്ല, ഞാൻ എപ്പോഴും ഇവിടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാന്ന് പറയുന്നത്. എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കുന്നതാണ്. നല്ല സെലക്ഷൻ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ സ്ഥലം? ഇടുക്കി ചേലച്ചോട്. മോഹൻസ് വർഷങ്ങളായിട്ട് നമ്മൾ എടുക്കുന്നതാണല്ലേ. നല്ല സെലക്ഷൻ ഉണ്ടല്ലേ. സാറിന്റെ പേര്? സാൻഡോ.
സാൻഡോ അടിപൊളി പേരാണല്ലോ. ബുട്ടിക്കാണോ കടയാണോ എങ്ങനെയാ? റോയൽ സിൽക്സ് ആൻഡ് വെഡിങ് കളക്ഷൻ ചേലച്ചോട്. ആ പ്രൊമോഷനും ആയതിൻ്റെ അവിടെ തന്നെ. ഓക്കെ ആ ചേച്ചി പറഞ്ഞു. രംഗോളി കൃഷിയിൽ തന്നെ ഗോൾഡൻ വർക്ക് വന്നെ. ഗോൾഡന്റെ ത്രെഡ് വർക്കാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ ഈ വർക്ക് നോക്കുകയാണെങ്കിൽ ത്രെഡ് വർക്കില് ഇതിപ്പോ ഫുൾ ഗോൾഡിന്റെ വർക്ക് മാത്രമുള്ള കളർ ചേഞ്ച് ആയിട്ട് അതെ എവിടെ ഇരിക്കുന്നത്? ഗോൾഡിന്റെ വർക്ക്. അതെ ഫുൾ ഗോൾഡിന്റെ വർക്കാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് കണ്ണ് പോകുന്നില്ല. കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. കഫ്താനൊക്കെ അടിക്കാൻ ഇത് കഫ്താനിന് വേണ്ടിട്ടാ? അതെ അതെ. മെറ്റീരിയൽ നന്നായിട്ടോ. ഇത് എന്താ? ഫെന്റിയില് അല്ലേ? വലിയ പ്രിന്റ് ഡ്രോയിങ് വരച്ച് വെച്ച പോലെ ഉണ്ട്. കഫ്താനിന് യൂസ് ചെയ്യാം കേട്ടോ, കഫ്താൻ തയ്ക്കാൻ. അപ്പൊ ഇത് മാത്രല്ല, ഇത് എനിക്ക് തോന്നുന്നു കഫ്താനുള്ളത് അല്ലേ? ഇതൊന്നും ഇങ്ങനെ നോക്കിയാൽ മതിച്ച മോളിന്ന്. ഇത് ഫുൾ കഫ്താന എന്ത് വേണമെങ്കിലും അടിക്കാം. പക്ഷെ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ നല്ല രസമായിട്ടുണ്ട്. ടൈഡൈരി ഉണ്ട്, പെൻസിൽ കൊണ്ട് വരച്ച് വെച്ചേക്കുന്ന പോലെ ഉണ്ട്. ഒക്കെ ഡിഫറെന്റ് ആണ്. വന്നു കഴിഞ്ഞാൽ കുറെ കാണാൻ പറ്റും. പിന്നെ ഇപ്പൊ ഇനി കുർബാന വിളപ്പാട് നടക്കുന്ന ഒരു സമയമാണ്. അതിലേക്ക് ഇതേ വൈറ്റ് നെറ്റില് ഫുൾ ഹെവി വർക്കോട് കൂടിയിട്ട് വരുന്നത്. അപ്പൊ ഇത് 25 മീറ്റർ ആണ്, 25 റോളാണ് കേട്ടോ. റേറ്റ് അല്ല ഞാൻ പറയണത്, തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ അതിന്റെ കുറച്ച് കളക്ഷൻ അവിടെ കണ്ടപ്പോ ഞാൻ കാണിച്ചു തന്നു മാത്രം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ നോർമൽ നമ്മുടെ ഈ ഓണത്തിന്റെ വിഷുവിന്റെ സമയത്തൊക്കെ കൂടുതൽ ഷോളിന് പോണ ഐറ്റം അല്ലേ? ഇതിന്റെ കളേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇത് എന്തോ അവര് മീറ്റർ അളക്കാൻ തോന്നുന്നുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഓക്കെ. പിന്നെ അടുത്തത് പറഞ്ഞു മോഡൽ. ഓക്കെ. മോഡൽ സിൽക്ക് പ്രിന്റില്. ഇത് മോഡൽ സിൽക്ക് തന്നെയാ? അതെ. മോഡൽ സിൽക്ക് പ്രിന്റില് വരുന്നത് കേട്ടോ. കുറെ കളക്ഷൻ. ഇത് ബൾക്ക് ഒന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് നമ്മള് ക്വാണ്ടിറ്റി ബേസ് ആണ് ചെയ്യുന്നത്. അപ്പൊ എത്ര ഒരു ഇതിൽ മാത്രമല്ല, എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഉണ്ട്. വലിയ വലിയ കടക്കാരൊക്കെ ഇവിടുന്ന് എടുത്തു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഇത് ഫ്രോക്കിന് യൂസ് ചെയ്യണത് ചെറിയ കുട്ടികൾക്കൊക്കെ ഫ്രോക്കൊക്കെ തയ്ക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. നന്നായിട്ടുണ്ട് കേട്ടോ അത്. പിന്നെ ഇനി ഇപ്പുറത്തേക്ക് വരാണെങ്കിൽ ഇപ്പുറത്തെ വിശാലമായ ഒരു ലോകത്ത് എന്തൊക്കെയാണ് ചേച്ചി ഇവിടുന്ന് പറഞ്ഞേ? ചന്ദേരിയിൽ പ്രിന്റ് വരുന്നത്. ഇതൊക്കെ ചന്ദേരി കൂടുതൽ നന്നായി ചന്ദേരിയാണ് ഇരിക്കണം മൊത്തം. അതെ. ഓക്കെ. പ്രിന്റ് വരുന്നത് ഇത് ചന്ദേരിയില് ഈ കളേഴ്സ് ഒന്നും ഇങ്ങനെ നോക്കിയത് ഫുൾ ചന്ദേരിയിൽ ഇങ്ങനെ വലിയ 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 പ്രിന്റുകൾ വരുന്നത് കേട്ടോ ഫുൾ. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഇരിക്കണത് ഷിമ്മറില് വർക്ക് വരുന്നത്, ഹാൻഡ് വർക്കോട് കൂടിയിട്ട് വരുന്ന കളക്ഷൻ. പിന്നെ ഇതും അതന്നെ ഹാൻഡ് വർക്കിന്റെ ഇത് സെയിം ഇതിന്റെ ഒരു ക്വാണ്ടിറ്റി ആണ് ഇവിടെ ഇരിക്കുന്നത്. ചേച്ചി പോൾക്കാഡോട്ട് ഇത് സാരിക്ക് കൂടുതൽ സാരിക്ക്. അതുപോലെ തന്നെ പണ്ടത്തെ സ്റ്റൈൽ അല്ലേ? അത് കളറിൽ പോൾക്കാഡോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വൈറ്റ് ബേസിൽ പോൾക്കാഡോട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ക്രഷില് ഇതവിടെ പ്ലെയിനും ഇരിക്കും. നമ്മ അവിടെ കാണിച്ചായിരുന്നു ഇതിന്റെ ഓക്കെ. അത് ഇനി ഈ സൈഡ് മൊത്തം ഇരിക്കണത് ഫുൾ കോട്ടന്റെ പ്ലെയിനിലാട്ടോ. എത്ര കളേഴ്സ് വേണം നോക്കിയാൽ മതി. ഇത് 10-15 കളേഴ്സിൽ തീരുന്നില്ല, എത്ര കളേഴ്സ് ഉണ്ട്. ഇത് നോർമൽ കോട്ടൺ അല്ലല്ലോ, ഇത് ഇതിന് വേറെ എന്തോ പേര് പറയില്ല. ഞാൻ മറന്നുപോയി. സാധാരണ ഇവിടെ ഇത് ഇത്തിരി ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ ഇത് കൂടുതൽ എന്തിനാ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? ടോപ്പിനും പോകും, ബോട്ടത്തിനും പോകുന്നുണ്ട്, എല്ലാത്തിനും കൂടുതൽ പോകുന്നതാണ്. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ നിന്നല്ല നിർത്തിയത്, ഇനി ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മളങ്ങനെ റൗണ്ട് അടിച്ച് വരികയാണ്. കുറച്ച് ഏരിയ കൂടുതലുണ്ട്. ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ടു കേട്ടോ, ഈ ഒരു സെയിം ഐറ്റം. അപ്പോൾ പ്ലെയിനിലും വർക്കിലായിട്ട് ചന്ദേരിയിൽ, ഫെൻറ്റിയിൽ ഇതൊക്കെയാണ് മെയിൻ. അതുപോലെ തന്നെ ഈ കാണുന്നത് അതെ ചിക്കൻ കറിയിൽ, ഈ ഫുള്ളിരിക്കണത് ചിക്കൻ കറിയിലാണ്. സീക്വൻസ് വർക്കും വരുന്നുണ്ട്, പിന്നെ ത്രെഡ് വർക്കിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ കഫ്താൻ അവിടെ ഇരിക്കണ്ടായിരുന്നല്ലേ? ഇത് വന്നത് ഫെൻറ്റിയിൽ വരുന്നത്. മറ്റത് ചന്ദേരി ആയിരുന്നു. അല്ല, അത് ഷിമ്മർ ജോർജറ്റ് ആയിരുന്നു ഇപ്പുറത്ത് കാണിച്ചത്. ഇത് ഫെൻറ്റിയിൽ വരുന്നത് വർക്ക്. ഓ അങ്ങനെയല്ലേ? പിടിച്ചത് ഈ കളറ് കാണുമ്പോഴേ ആരായാലും ഒന്നും നോക്കി പോകും. പക്ഷെ വർക്ക് ഉള്ളിലായി പോയി. ഇത് ഫ്രണ്ടിൽ കാണുമ്പോൾ പ്ലെയിൻ ആണ്, പക്ഷെ വർക്ക് ഇതായി ഉള്ളിൽ വർക്കുകൾ കാണുന്നുണ്ട് അല്ലേ? അതെ, നന്നായിട്ടുണ്ടാവും. ഇത് തയ്ച്ചൊക്കെ വരുമ്പോൾ നല്ല സൂപ്പറായിരിക്കും. കഫ്താനാണ് കൂടുതൽ പോണത് അല്ലേ? അടിപൊളി. അപ്പോൾ ഈ ഒരു കളക്ഷൻ കൂടാണ്ട് പറയൂ. ലാച്ചയ്ക്ക് തന്നെ ലാച്ചയ്ക്ക് പോണത്. പിന്നെ ഇതിന് ടോപ്പ് ഇതിൽ തയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ പിന്നെ ഇതിന് വേറെ എന്താ കൊടുക്കാൻ പറ്റുക? ഇത് ഫ്രണ്ട് പോർഷൻ കൊടുത്തിട്ട് ബാക്കിൽ ടോപ്പിന് പ്ലെയിൻ കൊടുക്കാറുണ്ട്. പിന്നെ സ്കേർട്ട് അടിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ. അങ്ങനെ വേറെ വേറെ ആയിട്ട് പോവാറുണ്ട്. എല്ലാ കളേഴ്സും ഉണ്ട്. കളേഴ്സുകളാണ് ഇരിക്കണത്. ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇത്രയും കളേഴ്സ് അല്ല, ആക്ച്വലി കളേഴ്സ് കൂടുതലുണ്ട്. ഇവിടെ റാക്കില് എത്ര നമുക്ക് കയറ്റാൻ പറ്റുമോ അത് മാത്രമാണ് ഇവിടെ വെച്ചിരിക്കണത്. ഒരു കുന്ന് എന്ന് പറഞ്ഞ ഒരു കുന്ന്. ഇനി പ്ലെയിനിന്റെ ഫുൾ കളക്ഷൻ എന്ന് പറഞ്ഞത് ഇത് ഫുൾ പ്ലെയിനില് ജോർജറ്റില് നമ്മൾ നേരത്തെ കോട്ടണിൽ കണ്ടില്ലേ, അതുപോലെ തന്നെ ഇത് ഫുൾ
ജോർജറ്റിൽ വരുന്നത്, ജോർജറ്റിൽ പ്ലെയിൻ. ഇതെന്താ? ചന്ദേരി. ചന്ദേരിയിൽ തന്നെ ഫുൾ കളക്ഷൻസ് കേട്ടോ. ഈ ഇരിക്കണത് മൊത്തം ചന്ദേരിയിലത്തെ ഡിഫറെൻറ്റ് വർക്കുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇനി ഇതിൻ്റെ ചന്ദേരിയിൽ അല്ലേ? ഇനി ഇതിൻ്റെ ഉള്ളിലും കുറെ കാണുന്നുണ്ടല്ലോ വർക്ക് നെറ്റില്. ഇതിൻ്റെ ഉള്ളിൽ കുറെ ഉണ്ടോ? ഞാൻ നോക്കട്ടെ പോയിട്ട് ആദ്യം. ഓ, ബാൽക്കണിയിൽ ഫുള്ളുണ്ടോ ഒന്ന് വന്നാലേ. ഇതേ റെഡ് ബേസിൽ ഇതിൽ ഫുൾ ഇങ്ങനെ ചിക്കൻ കറിയുടെ വർക്ക് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുർബാനകുളപ്പാട ആയതുകൊണ്ട് തന്നെ വൈറ്റിൽ ഒരുപാട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഹോളി കമ്പനി യൂസ് ചെയ്യുന്നതാണ്. ഹോളി കമ്പനിയിലേക്ക് പോകാനുള്ളതാണ് കേട്ടോ. നെറ്റിൽ ഇങ്ങനെ ഫുൾ ത്രെഡ് വർക്കിൽ വരുന്നത്. നെറ്റ് അല്ലാത്ത കളേഴ്സും ഉണ്ട് കേട്ടോ. ഇത് ഓർഗൻസാ പ്ലെയിനില് ബോർഡർ വരുന്നത്, പ്ലെയിനില്. അതുപോലെ ഇത് ചിക്കൻ കറിയിലൊക്കെ എന്താ പറയുക, ഇത് നമുക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് ഷെർവാനിയൊക്കെ തയ്ക്കാനായിട്ട് അടിപൊളിയാണ്. അതെ ഇരിക്കണു ഷെർവാനി തയ്ക്കാനുള്ളത് പറഞ്ഞോളൂ. അപ്പോഴേക്കും റയോണിൽ ഇതാ ചിക്കൻ കറി വർക്ക്. ഇതൊന്നും അടുത്തൊന്നും സൂം ചെയ്ത അപ്പോൾ ആണുങ്ങൾ പ്രത്യേകിച്ച് ഫംഗ്ഷനും ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആണുങ്ങളുടെ ഷെർവാനി മെറ്റീരിയൽ. ഇതൊക്കെ ഞാൻ ഒരു അവസരത്തിലേക്ക് ഓണത്തിൻ്റെ സമയത്തൊക്കെ കുറേ അന്വേഷണം നടന്നിരുന്നു. പക്ഷെ കിട്ടാനില്ല, അത്രയ്ക്കും ഡിമാൻഡാണ് ഈ ഒരു സംഭവത്തിന്. ആ പിന്നെ ചേച്ചി പറയൂ. വിചിത്ര ഇത് പിന്നെ നോർമൽ നമ്മളെ കോമൺ ആയിട്ടാണ്. ഇതിപ്പോഴും ആൾക്കാർ ചോദിച്ചു കൂടുതൽ പ്ലെയിനും പോകുന്നുണ്ട്, വർക്കും പോകുന്നുണ്ട് വിചിത്രയിൽ കേട്ടോ. പിന്നെ ഇതിരിക്കണതും വിചിത്രയിൽ പ്ലെയിനിലാട്ടോ. ഈ ഇരിക്കണം മൊത്തം വിചിത്ര പ്ലെയിനിൽ വരുന്നത്, ജോർജറ്റിൽ വരുന്നുണ്ട്, ഷിഫോണിൽ വരുന്നുണ്ട്. അങ്ങനെ പ്ലെയിനിൽ തന്നെ എത്ര മെറ്റീരിയൽസിൽ നമുക്ക് വേണമെന്നറിയാം. ഇത് നേരത്തെ നമ്മളവിടെ കാണിച്ചത് അത് തന്നെയല്ലേ? അതെ ഇത് ഈ ഓഫ് വൈറ്റിലും വരുന്നുണ്ട്. അതുപോലെ ഒരു ബനാറസി സ്റ്റൈല് വിഷുവിന് കൂടുതൽ മൂവിങ് ആണ് നമ്മുടെ അവിടെ. വിഷു, ഓണം, അതുപോലെ വൈറ്റ് ബേസിൽ അല്ലെങ്കിൽ നമുക്ക് പാല് കാച്ചൽ ഇതിന് എല്ലാത്തിനും അല്ല കൂടുതൽ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾക്ക് ചൂസ് ചെയ്യണത്. ഇതിലൊക്കെ ഒരു കളറായിട്ടുള്ള ഒരു ദുപ്പട്ടയോ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഐഡിയകൾ അവരുടെ കയ്യിലുണ്ട്. സിന്തറ്റിക് കോട്ടന്റെ ഇവിടെ സിന്തറ്റിക് കോട്ടൺ ഇതാകുമ്പോൾ റേറ്റ് കുറച്ച് കുറവാണ്. പ്യുവർ അല്ലല്ലോ, സിന്തറ്റിക് ആണ്. അതിൻ്റെ ഒരുപാട് പ്രിന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് മൊത്തം. ഡിഫറെൻറ്റ് പ്രിന്റുകൾ. ഇനി വീണ്ടും നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് തന്നെയാണ് പോണത്. കറങ്ങി തിരിഞ്ഞ് അല്ലേ? ആ പിന്നെയും റൗണ്ട് അടിച്ചത് ഇവിടേക്ക് വന്നു. ജോർജറ്റിന്റെ ഡാർക്ക് ഷെയ്ഡുകൾ അതുകൂടി കവർ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് ബ്ലൂമിങ് ആണ്. പിന്നെ ഈ ഒരു വർക്കും കൂടി നോക്കിക്കോട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പ്ലെയിനിൽ തന്നെ എത്ര വേണം. ഇത് ഷിമ്മറിൽ വർക്കുള്ളത് കുറേ ഉണ്ട് കേട്ടോ. പറഞ്ഞാലും കാണിച്ചാലും തീരില്ല. അത്രമാത്രം കാണിക്കാനുണ്ട്, അത്രമാത്രം സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ ഏതൊക്കെ ചോദിച്ചു വന്നാലും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ആ ഒരു മൽച്ചന്തേരി അല്ല, ഇത് ഫെൻഡിയില് വർക്ക് വരുന്നത്. ഇത് ചന്തേരിയില്, ഇത് ചന്തേരി, ഇത് ഫെൻഡിയില് പ്രിന്റ്. ചന്തേരിയിൽ തന്നെ എന്തോരം കളക്ഷൻസ് ആണോ നോക്കിയേ. പ്ലെയിൻ ഉണ്ട്, പ്ലെയിൻ ഇതില്ലേ ഫെൻഡിയില്. ഇത് ഫെൻഡിയില് പ്ലെയിനിൽ വരുന്നത്. ഇനി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഈ ഏരിയ മൊത്തം വെറുതെ ഒന്ന് ഓടിച്ചു വെച്ച് നോക്കിയാൽ. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, അത്രമാത്രം കാണിക്കാനുണ്ട്. ഈ ഇരിക്കുന്ന ഐറ്റംസ് മൊത്തം ലിനന്. പിന്നെ ഇതൊക്കെയാ വരുന്നത് വിചിത്രയിലുണ്ട്, പിന്നെ ഇതൊക്കെയാ ഫെൻഡിയിലുണ്ട്, മൽച്ചന്തേരിയിലുണ്ട്, പ്രിന്റ് വരുന്നതുണ്ട്. അങ്ങനെ മിക്സ്. പിന്നെ പ്ലെയിനിൽ വരുന്നുണ്ട്. ഈ ഇരിക്കുന്നത് മൊത്തം സാറ്റൻ ആട്ടോ. ഈ കാണുന്നത് മൊത്തം സാറ്റൻ്റെ ആ റാക്ക് ഫുൾ സാറ്റൻ. പക്ഷെ എനിക്ക് ഇത് ഇഷ്ടമായിട്ട് ഇതൊന്ന് സൂം ചെയ്തോ. ഈ ഒരു വർക്ക് കാണിക്കാനാണ്. ചെക്കിലല്ലേ, ഷിമ്മറിൽ നെറ്റ്. ഇതെന്തിനാ കൂടുതൽ പോണത്? ടോപ്പ് അടിക്കാനും ഫ്രോക്ക് അടിക്കാനൊക്കെ ആ ചെക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. അത് ഇരിക്കണ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം മെയിൻ ഫാബ്രിക്കിന് എന്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ എല്ലാതും നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ജയ ചേച്ചിയാണ് പറഞ്ഞത്. ജയ ചേച്ചി ഇവിടുത്തെ ഓൾ ഇൻ ഓൾ മാനേജറും കൂടി അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ജയ ചേച്ചി പറഞ്ഞു കൊടുക്കില്ല നമ്മുടെ ആൾക്കാർ വരുമ്പോൾ. ഇനി എന്തെങ്കിലും മിസ്സായി പോയില്ല. കലങ്കാരിയുടെ കാണിച്ചില്ലായിരുന്നു. ഇത് കലങ്കാരിയുടെ കോട്ടണില് ഇതേ കലങ്കാരി ഇതേ. അതിൽ ഒരുപാട് പ്രിന്റുകളുണ്ട്. നിങ്ങൾ വരിക, നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാ പ്രിന്റ് എന്ന് വെച്ചാൽ വന്ന് നോക്കാൻ പറ്റാത്തവർക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റേറ്റും അറിയണമെങ്കിൽ നേരിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ത്രൂ ആയാലും ചോദിച്ച് അറിഞ്ഞാൽ മതിയിട്ട്. അപ്പോൾ റേറ്റ് നമ്മൾ പറയാത്തതിൻ്റെ റീസൺ ഇത് ഹോൾസെയിൽ ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ. ചേച്ചി എവിടെ ഇത് ബാഗൊക്കെ ആയിട്ട് നാടുവിടാ? അല്ല, ഇത് സാരി ഫോളിന്റെ സെക്ഷനാണ്. നമുക്ക് ലൂസ് ആയിട്ടുള്ളതും ഉണ്ട്, ബാഗിലും വരുന്നുണ്ട്.
ഓക്കെ ഈ ബാഗിലാകുമ്പോ 44 കളേഴ്സ് കിട്ടും. ഓക്കെ ഇതാകുമ്പോ നമുക്ക് ലൂസ് ആയിട്ട് എത്ര വേണമെങ്കിലും എടുക്കാന്ന്. എടുക്കാം. ഒരു കെട്ട് വരുന്നത് 12 പീസ് വെച്ചാ. ഇതാകുമ്പോ അങ്ങനെ കളറായിട്ട് തന്നെ എടുക്കണമല്ലോ. ഇതാകുമ്പോ 144 കളർ ബാഗായിട്ട്. അപ്പൊ 140 ഇതാകുമ്പോ ഇങ്ങനെ കെട്ടില് ഒരു കളർ തന്നെ ആയിരിക്കും. ഇത് ഫുള്ള് അങ്ങനെ തന്നെ എടുക്കണം. 12 പീസ്. ഓക്കെ അപ്പൊ ഇതാകുമ്പോ ഇതാണ് കുറച്ചുകൂടി എളുപ്പം തോന്നുന്നിരിക്കുക. ഇതാകുമ്പോ നല്ലത് തന്നെയാണ്. ഇതാകുമ്പോ എല്ലാ കളേഴ്സും കിട്ടും. 144 കളർ. ഇതാകുമ്പോ 12 പീസ് ഒരു ഒറ്റ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ സാരി ഫോൾഡ് കളക്ഷൻസ്. ഇത് പിന്നെ ഈ ഇരിക്കുന്നത് മൊത്തം വൈറ്റില്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോളിക്കമ്മിന്റെ ഐറ്റംസ് ആണ് കേട്ടോ. ഫുൾ ബണ്ടലായിട്ട് വന്ന് എടുക്കുന്നത്. ഇനി ഇപ്പൊ ഇതൊക്കെ ഫുൾ ആ ഒരു റാക്ക് മൊത്തം അതൊക്കെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് അവൻ പറഞ്ഞു പോയേ വേറെ. ഓക്കെ ഇത് ഈ കാണുന്നത് മൊത്തം നമുക്ക് ഫുൾക്കാരിയില് ത്രെഡ് വർക്ക് വരുന്നത്. അതുപോലെ തന്നെ വെൽവെറ്റില് ഫുൾ സ്റ്റോൺ വർക്ക് വരുന്നത്. അതിന്റെ കളേഴ്സുകളാട്ടോ. വെൽവെറ്റിൽ ഫുൾ സ്റ്റോൺ വർക്ക്. എടുക്കാൻ കുറച്ച് എന്താ പറയാ കട്ടിയുള്ളത് കൊണ്ടേ ഇത് വെൽവെറ്റില്. പിന്നെ ഈ ഇരിക്കണത് നമുക്ക് ദുപ്പട്ട സെറ്റിനൊക്കെ വേണ്ടിട്ട്. പിന്നെ ഇത് കാണുന്നത് ചന്തേരിയില് പ്ലെയിന് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഫുൾ പ്ലെയിനില് വരുന്ന ഐറ്റംസ്. പിന്നെ ഇപ്പുറത്ത് ഇരിക്കുന്നതാണ് നമ്മുടെ യൂണിഫോം സെക്ഷൻ. സ്കൂൾ സ്ലബിന്റെ അത് കാണിച്ചില്ലാന്ന്. ഇതേ സ്ലബ് പ്ലെയിനില് കേട്ടാ. പിന്നെ ഈ ചാക്കൊക്കെ ഇതാ ഇനി പൊട്ടിക്കാൻ കിടക്കുന്നുണ്ട്. പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ എവിടെ കയറ്റും. അല്ലാണ്ട് തന്നെ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ യൂണിഫോമിന്റെ ഒരു ഏരിയ ആണ്. യൂണിഫോം ഏത് സ്കൂളിലേക്ക് ഒന്ന് ഓടിപ്പിച്ച് നോക്കിയാൽ കറക്റ്റ് ഏതൊക്കെ സ്കൂളിലെ യൂണിഫോം ഉണ്ടെങ്കിൽ ഒക്കെ അറിയാൻ പറ്റും. മേളിലാണ് കുറച്ചുകൂടി. ഓക്കെ അപ്പൊ എല്ലാ സ്കൂളിലത്തെ യൂണിഫോം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സ്കൂൾസിന്റെ പ്ലെയിനിലാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. ഇനിയിപ്പോ മുകളിൽ വരുമ്പോ ഇതൊക്കെ കർട്ടന്റെ തുണികളാട്ടോ. അപ്പൊ കർട്ടന്റെ കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. അത് റെഡിമെയ്ഡ്. ഓക്കെ ഇതൊക്കെയാണ് സ്കൂളിന്റെ വരുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാ അല്ലേ. ഇത് കൊറേ ഉണ്ടല്ല പ്ലെയിനില്. ഷൂട്ടിങ്ങിന്റെ ഇത് മറ്റേ സൂട്ടിങ്. ഓക്കെ ഷർട്ടിങ് സൂട്ടിങ്. പിന്നെ ഇത് കാലിറാക്ക് നോക്കിയിട്ട് കാര്യമില്ല. കാരണം നിറയ്ക്കാനുള്ള സമയമില്ല. അത്രയും എപ്പോഴും തിരക്കായിരിക്കും. ഇനി നമുക്കൊന്ന് മുകളിലേക്ക് പോയാലോ. സെക്കൻഡിലേക്ക് അല്ലേ. ഇതിവിടെയാണ് ആക്ച്വലി സ്കൂളിന്റെ ഒരു ഹബ്ബ് എന്ന് പറയണത്. ചെക്കില് മൈക്രോ ചെക്ക്, വലിയ ചെക്ക്, ചെറിയ ചെക്ക്, അങ്ങനെ എല്ലാ സ്കൂളിലത്തെ യൂണിഫോമിന്റെ ബൾക്ക് ക്വാണ്ടിറ്റി ഇരിക്കണ ഐറ്റം ആണ് കേട്ടോ. ഇവിടെ താഴത്തെ മൊത്തം പ്ലെയിൻ ആയിരുന്നു. ഇത് ഇവിടെയും ഉണ്ട്. താഴത്തും സ്ട്രൈപ്സ് ലൈൻസ് ഏതൊക്കെ സ്കൂളിന്റെ വേണം അല്ലേ. അപ്പൊ ഈ സ്കൂളിൽ വേണമെന്ന് പറഞ്ഞാലും സ്റ്റിച്ചിങ് യൂണിറ്റുകാര് സ്കൂളുകാര് വന്നിട്ട് എടുക്കാൻ പറ്റുമോ? അല്ലാണ്ട് അങ്ങനെയൊക്കെ പോകും അല്ലേ. ഇതൊക്കെ സ്കൂളിന്റെ ഐറ്റംസ് ആണ് കേട്ടോ. ഇത് എല്ലാ സ്കൂൾസിന്റെ യൂണിഫോം സെക്ഷൻ ആണ്. ഇത് ഇവിടെ ഒക്കെ നോക്കിയേ. എൻ്റെ കുട്ടികളുടെ യൂണിഫോമിൻ്റെ എവിടെയാണെന്ന് നോക്കണം. പക്ഷെ എൻ്റെ കുട്ടി നിന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നാൽ കിട്ടുന്നില്ല. യൂണിഫോം ബേസിൽ അല്ലെങ്കിൽ തയ്ക്കാം ഹോൾസെയിലേഴ്സ് അങ്ങനത്തെ ഉള്ളവർക്കാണ് എടുക്കണമല്ലോ. അതെ കറക്റ്റ് വേണം. അല്ലെങ്കിൽ സ്കൂളിന്റെ യൂണിഫോം മാറിയാൽ സ്കൂൾ തന്നെ മാറിപ്പോവും അല്ലേ. ഇതും ആ സ്കൂൾ യൂണിഫോം. ഇതൊക്കെ കോട്ടൺ ലൈനിങ് ആണ് ഈ ഏറ്റവും കാണുന്നത് കേട്ടോ. അതെ ഇവിടുന്ന് തൊട്ട് അറ്റം വരെ പിടിച്ചോ. ഫുൾ കൂടിയത് വീതി 44 ലൈനിങ് ആണ് ഈ മൊത്തം. പ്ലെയിൻ തൊട്ട് വൈറ്റ് ഡാർക്ക് ഷെയ്ഡ്സ് എല്ലാം കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഫുൾ ഇരിക്കുന്നത് നമുക്ക് കോട്ടന്റെ ലൈനിങ് മാത്രമാണ്. കുറഞ്ഞത് അങ്ങനെ എല്ലാ റേറ്റിന്റെ ഉണ്ട്. എല്ലാം കൂടി മിക്സ് ആണ്. ഒരു ഒറ്റ ഇതിലല്ല അല്ലേ. ഓക്കെ അതാ ഇപ്പുറത്തെ സൈഡും ഉണ്ട്. ഈ റാക്കിലും ഉണ്ട്. കൂടിയതും കുറഞ്ഞതും ഉണ്ട്. അതുപോലെ 36 ഉണ്ട്, 44 ഉണ്ട്. 2 വിഡ്ത്തും വരുന്നുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് ഫ്ലോർ ഇവിടെ ഇത് ഫുൾ ലൈനിങ്ങിന്റെ സെക്ഷൻ തന്നെയാ. വരൂ. ഫുൾ കാണുമ്പോ നമുക്ക് പ്ലെയിൻ മാത്രം ഇതിന്റെ ഉള്ളിൽ കാണാൻ പറ്റാം. ഏത് കളേഴ്സ് വേണമെന്ന്. എനിക്ക് ലൈനിങ് പിന്നെ സാരീസ് ആണ് മെയിൻ ആയിട്ട്. 2x2 2x2 ആണ് മെയിൻ ആയിട്ട്. 2x2 ഉണ്ട്. കോട്ടൺ ലൈനിങ്ങും ഉണ്ട്. കോട്ടൺ ലൈനിങ് 2x2 കോട്ടൺ ലൈനിങ്. അപ്പുറത്തും അത് തന്നെയാ. അപ്പുറത്ത് ദുപ്പട്ടാസ് അല്ലേ. ഈ ഏരിയ മൊത്തം ഇത് തന്നെയാ. ലൈനിങ് പേസ്റ്റലും അതുപോലെ ഡാർക്ക് ഷെയ്ഡ്സും കളേഴ്സ് നോക്കി വന്നെടുക്കാം. 36 അല്ലേ ഇപ്പൊ ഇത് വരാം. വിഡ്ത്ത് വരുന്നത് 36 കേട്ടാ. പിന്നെ താഴത്ത് നോക്കുകയാണെങ്കിൽ താഴത്ത് മൊത്തം സാരീസ് ആണ്. സാരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി വരുന്ന ടീച്ചേഴ്സിന് ഓഫീസ് ഗോയിങ് അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഫെസ്റ്റിവൽസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് എന്ന് വെച്ചാൽ പ്യുവർ കാഞ്ചീപുരം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ
സാരീസ് നമുക്ക് ഡെയിലി ബേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാം കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതും പ്ലെയിനിൽ തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ ദുപ്പട്ടയുടെ ഒരു സെക്ഷനാണ് ഇപ്പുറത്തെ ഏരിയ വരുന്നത്. ഇത് ദുപ്പട്ടയുടെ ഏരിയ അല്ലേ, ഇവിടുന്ന് തുടങ്ങും അല്ലേ? ആ അതെ, ദുപ്പട്ടയുടെ ഓരോന്നോരോന്ന് ഇവിടെ ഇത് ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ, സാമ്പിൾ. അതെ, ദുപ്പട്ടാസ്. ഈ ദുപ്പട്ടാസ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം ചോദിച്ചാൽ എത്ര പീസ് എടുക്കണം, അങ്ങനെ എന്തെങ്കിലും എത്ര കളേഴ്സ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കേണ്ടി വരും. ഇപ്പൊ ഇതിലൊരു 8 കളർ 5 കളർ ഉണ്ടെങ്കിൽ 5 കളർ അങ്ങനെ തന്നെ എടുക്കണം. 12 കളർ വരും. അത് ഫുള്ള് എടുക്കണം അല്ലേ? അപ്പൊ ഇത് രണ്ട് മെറ്റീരിയൽ അല്ലേ നമ്മൾ പിടിച്ചിരിക്കണത്? അതേതാ? ഇത് ക്രഷ്ഡ് ആണ്. ഇതാകുമ്പോ ഷിമ്മർ ക്രഷ്. രണ്ടും ഇത് ഞാൻ പിടിച്ചതിന് കുറച്ച് തിളക്കണ്ടെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ദുപ്പട്ടയുടെ പാക്കിങ്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. കസ്റ്റമറുടെ ഒരു തിരക്കുണ്ട് ഈ ഏരിയയില്. വരും, അതവിടെ വെച്ചോളൂ, വരൂ. അപ്പൊ നമ്മള് ഓരോരോ ഏരിയയിലേക്ക് തുണികൾ ഇങ്ങനെ ഞാൻ നടക്കണത് ഇത് ഭംഗിക്ക് ഞാത്തിട്ടിരിക്കണതൊന്നല്ല കേട്ടോ. ഇത് സാമ്പിൾസ് ആണ് ഇരിക്കണത്. ജോർജറ്റില്, അതുപോലെ ഇത് വേറൊരു മെറ്റീരിയൽ, ഇത് ഹക്കോബയില്, അങ്ങനെ മെറ്റീരിയൽസ് ഇപ്പൊ ഇവിടെയും കാണുമ്പോ ഈ ഒരു ഏരിയയിൽ വരാണെങ്കിൽ സൈഡിൽ ഫുള്ള് ഇങ്ങനെ ദുപ്പട്ടാസ് ആണ് ഞാത്തി കിടക്കണം. അപ്പൊ അത് ഓരോരോ സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുക വരിക. ഇതാണെങ്കിൽ ഇതിന്റെ ഇവിടെ ഐറ്റംസ് ചന്തേരിയിലുണ്ട്, ഷിഫോണിലുണ്ട്, ജോർജറ്റ്, ഓരോരോ ഐറ്റംസ് ഇങ്ങനെ നോക്കി എടുക്കുക. ഇതിന്റെ ഐറ്റം തന്നെ ഇവിടെ സൈഡില് സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഫുൾ ദുപ്പട്ടയുടെ സെക്ഷൻ ആണ് കേട്ടോ വരുന്നത്. കോട്ടൺ ഉണ്ട്, വർക്കുള്ളത് വരുന്നുണ്ട്. ദുപ്പട്ടയുടെ നല്ല ഇതുണ്ട് അല്ലേ, നന്നായി ചെയ്യുന്നുണ്ടല്ലേ ദുപ്പട്ടാസ് നിങ്ങള്? ഇത് ഫുൾ ദുപ്പട്ട തന്നെയാട്ടോ വർക്കുകൾ. ഞാൻ ഈ പുറത്തിരിക്കണത് മാത്രം കാണിക്കില്ല, കവറിലത്തെ പിന്നെ തുറക്കാൻ എളുപ്പമല്ല ഫുൾ കാണിക്കാനായിട്ട്, കാരണം ഹോൾസെയിലും കൂടി ആണല്ലോ ഇവർ ഡീൽ ചെയ്യുന്നത്. ഇതും നമുക്ക് ദുപ്പട്ടയിൽ കണ്ട സ്വീക്വൻസ് വർക്ക് വരുന്നത്. ഇത് പ്രിന്റിൽ വരുന്നതാണ്, ഷിമ്മറിൽ. ഇതിൽ തന്നെ ഇത് സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് അതാണ് ഭയങ്കര ഒരു ഇവിടെ വരുമ്പോഴുള്ള ഒരു ഫീലിംഗ്. അതാണ് വിഷു പ്രമാണിച്ചിട്ടാണോ? അതെ, സെറ്റ് സാരി സെറ്റും ഉണ്ട്, രണ്ടും വെച്ചിട്ടുണ്ട്. ഉണ്ട് നമുക്ക് അതിന്റെ. ഏത്? ഇതിന്റെ റണ്ണിങ്ങും ഉണ്ട്. റണ്ണിങ് ഉണ്ട്. റണ്ണിങ് നമ്മൾ കാണിച്ചില്ല. നമ്മൾ താഴത്തെ അവിടെ തിരക്കുള്ള കാരണം നമുക്ക് പിന്നെ കാണിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നത്. എന്തായാലും താഴത്ത് പോയിട്ട് നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇതിപ്പോ സെറ്റുമുണ്ട്, സെറ്റ് സാരി പല പ്രിന്റ്സ് ആയിട്ടായിരിക്കണത്. ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വരാൻ നോക്കുക. ഇതിനൊക്കെ ആകുമ്പോൾ എത്ര പീസ് എടുക്കണം, എങ്ങനെയാണ് ഇഷ്ടം അനുസരിച്ച് എടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ റണ്ണിങ് ഞാൻ താഴ്ത്തി കാണിച്ചു തരാം. എന്തായാലും പ്രിന്റ് ഞാൻ മുകളിൽ ഇരിക്കണതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കാണിക്കുന്നത് മാത്രം. ഇതൊക്കെ ചിലപ്പോൾ എന്താ പറയാ, നമ്മൾ വീഡിയോ കാണുമ്പോഴേക്കും പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയും കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ഫുൾ പ്ലെയിനില് 2x2 കോട്ടണില് വരുന്നത്. ഇനി നമുക്ക് ക്രേപ്പിൽ വരുന്നത് മുകളിലല്ലേ? മുകളിലാ ക്രേപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഫ്ലോറിലാന്ന് വെച്ചാൽ കോട്ടന്റെ ലൈനിങ് ആണ് മൊത്തം ഇരിക്കുന്നത്. കസ്റ്റമർ എപ്പോഴും വന്നും പോയി വന്നത് കണ്ടോണേ. നമ്മുടെ ഓണറാണ് ലിഫ്റ്റിന്റെ ഉള്ളിൽ ഒരു ടാറ്റ തന്നെ വേണ്ട. നമുക്ക് എന്തായാലും മോളെ പോയി നോക്കാം. ഈ കസ്റ്റമർ ഇപ്പൊ വന്ന് കയറിയുള്ളോ, അവർക്ക് നമ്മൾ അറിയില്ലെന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു റിവ്യൂ കിട്ടുമെന്നൊന്നും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മലയാളിയാണോ? ഹലോ മലയാളിയൊക്കെ അല്ലേ? അതെ. എന്നെ വല്ലയിടത്തും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഓക്കെ, നല്ല കാര്യം. അത് ഒരു വീഡിയോ എടുക്കണ്ട. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? നിങ്ങൾക്ക് ഒരു കടയെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടി. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് തന്നെ ഫസ്റ്റ് ടൈം ആണ്. അതെ, ഇനി ചോദിച്ചിട്ട് കാര്യമില്ല. എന്താ പേര്? വിഷ്ണുപ്രിയ. എറണാകുളം എങ്ങനെയുണ്ട്? നമ്മുടെ എറണാകുളം മാർക്കറ്റ് എങ്ങനെയുണ്ട് വന്ന് കയറിയപ്പോൾ? കുഴപ്പമില്ല. ഇവിടെ നിറച്ച് ഇതുപോലത്തെ കടകളായതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ കടയിൽ കയറി നോക്കുന്നു, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കടയാണോ എന്നിട്ട്? ഓക്കെ. എവിടെയാ സ്ഥലം? കുമരകം. ഓക്കെ. ശരി, അവര് ഫസ്റ്റ് ടൈം ആണ്, അതുകൊണ്ട് അവരെ വിട്ടേക്കണോ വെറുതെ വിട്ടേക്കണോ, അല്ലെങ്കിൽ ഞാൻ പിടിച്ചൊന്ന് പിഴിഞ്ഞാൽ. ശരി, എന്നാ നമുക്കൊന്ന് മോളിൽ പോയാലാ? നമ്മളെ മുകളിലേക്ക് പോവാന്ന് വിചാരിച്ചത്. അപ്പോഴേക്കും എന്താ ഇവിടെ സാരീസിന്റെ കുറച്ച് വിട്ടു പോയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ ഷിഫോണിന്റെ സാരീസ് ഉണ്ട്, അതുപോലെ തന്നെ പട്ടിന് വരുന്നുണ്ട്. ഇതാ പട്ട് സാരി, ഗുബൈറ സിൽക്ക് ഉണ്ട്. അങ്ങനെ സാരീസിന്റെ വെറൈറ്റീസും ഇവിടെ ഉണ്ട്. ഇത് കുറെ കളേഴ്സ് കാണണ്ടല്ലോ. ഇതേ ഇങ്ങനെ സാരീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കുബേര സിൽക്കിൽ ഇതിന്റെ കളേഴ്സാണ് ഇരിക്കുന്നത്. ജോർജറ്റിൽ, വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ. ഇതൊക്കെ ഷിഫോണിലാണ് കേട്ടോ. ഇത് ഫുൾ ഷിഫോണിലാണ് ഈ കാണുന്നത് മൊത്തം. അത് എത്ര പീസ് എടുക്കണം, എങ്ങനെയാണെന്ന് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. ഫാബ്രിക്സ്, ദുപ്പട്ടാസ്, പിന്നെ ബ്ലൗസസിന്റെ ഫാബ്രിക്സിന്റെ സൂട്ടിങ്, ഷർട്ടിങ്, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫുൾ ആ ഒരു സാരിയുടെ സെക്ഷൻ നന്നായിട്ടില്ലേ? ഇതും നന്നായിട്ടുണ്ട്. ഇങ്ങനെ കവറിലില്ലാത്തതാട്ടോ ഇപ്പം ഞാനിങ്ങനെ കാണിക്കണത്. ശരിക്കും പറഞ്ഞാൽ ഹോൾസെയിൽ ആകുമ്പോൾ ഇങ്ങനെയൊന്നും കാണുമൊന്നുമില്ല. അത് നമ്മൾ ഡയറക്റ്റ് വരിക, കവറിൽ നോക്കുക, എടുത്ത് പോവുക. അതാണ് സിസ്റ്റം എന്ന് പറയണത്.
ഇതാ സാരീസ് ഇങ്ങനെ ഇത് ഹോൾസെയിൽ ആയതുകൊണ്ടാണ് ഇതായിരിക്കും ചിലപ്പോൾ എടുക്കേണ്ടി വരിക അല്ലെ ഇങ്ങനെ ഫുള്ള്. ഇതിപ്പോ എത്ര 1 2 3 4 5 പീസ് ഉണ്ട്. ഈ 5 ഡിസൈൻ്റെ 5 കളർ. 5 കളർ. ഓക്കെ, ഈ 5 കളർ അങ്ങനെ തന്നെ എടുക്കണം. ആ കെട്ട് കാണുന്നത് അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. പിന്നെ നെറ്റ് ഒന്ന് തിരിച്ചോ, ഇപ്പൊ ഹോളി കമ്മ്യൂൺ വരല്ലേ, അപ്പൊ അതാണ് തോന്നേണ്ടത്. ഇത് ഈ ക്രിസ്ത്യൻസ് യൂസ് ചെയ്യുന്ന നെറ്റ് അല്ലേ? അതെ, ഹോളി കമ്മ്യൂണിന് വേണ്ടിട്ട് ഇപ്പൊ പുതിയത് ഇറക്കിക്കണതാണോ? ചേട്ടന്റെ കട എവിടെയാ? ഈരാറ്റുപേട്ട. എങ്ങനെ ഇപ്പൊ ഈ കൂടുതൽ കളക്ഷൻസ് എന്തൊക്കെയാ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ? എല്ലാ ഐറ്റം ഉണ്ട്. ഫുൾ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ മോഹൻ ടെക്സ്റ്റൈൽസ്? കുഴപ്പമില്ലാന്നുള്ളൂ. ഞാനിവിടെ നേരത്തെ മുതൽ എടുത്തോണ്ടിരിക്കുന്നത്. എന്ത് കുഴപ്പം, ആർക്കും കുഴപ്പമല്ലേ? ചേട്ടാ ഇവിടെ എങ്ങനെ കളക്ഷൻസ് നമുക്ക് വിചാരിച്ച പോലെ ലേറ്റസ്റ്റ് ഒക്കെ കിട്ടാറുണ്ട്? എങ്ങനെയാ റേറ്റ് വൈസ് ഒക്കെ എങ്ങനെയാണ്? റേറ്റ് ഒക്കെ കുഴപ്പമില്ലാത്ത റേറ്റാ. അതുപോലെ പുതിയ പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻസ് അതാണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട. അതൊക്കെ ഉണ്ടോന്ന് ചോദിക്കാം. ഉണ്ട് അല്ലേ? ഇതാണ് ഇപ്പൊ നമ്മള് ചൂസ് ചെയ്തേക്കണത്. ഞാൻ ചേട്ടത് പിടിച്ചെടുക്കും. ഈ സാധനം ഒന്നും ഇവര് കാണിച്ചു തന്നില്ലേ ചേച്ചി? കണ്ട ചേട്ടന് വേണം എനിക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കണേ. ചേട്ടാ ഇത് എടുക്കുമ്പോ എങ്ങനെയാ ഫുൾ സെറ്റ് എടുക്കണം? എങ്ങനെയാ ഫുൾ സെറ്റ് എടുക്കണം അല്ലേ? ഫുൾ സെറ്റ് എടുക്കണം. എന്തായാലും അത് കാണിച്ച സ്ഥിതിക്ക് 10 പീസ് വരും അല്ലേ? എന്തായാലും അത് ഒന്ന് ഞാൻ ഇത് ഒരു ഇതല്ലാതെ വേറെ വേറെ ഡിസൈനാ? ഓക്കെ. കുട്ടികൾക്കുള്ള നെറ്റ് കേട്ടാ. ഇപ്പൊ ഹോളി കമ്മ്യൂൺ ആയതുകൊണ്ട് സാധാരണ ഈ ഹോളി കമ്മ്യൂണിന് പോകുമ്പോ 2 മാസമൊക്കെ പഠിക്കണം പള്ളിയിൽ പോയിട്ട്, ക്ലാസ് ഉണ്ടാവും അവർക്ക്. അപ്പൊ നെറ്റ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻസും ഇവിടെ ഉണ്ട്. ഉള്ളത് കാണിക്കുന്നു മാത്രം കേട്ടോ. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയാലോ? ചേച്ചി ഈ ഐറ്റം നീയാണോ ഷോളിന്റെ മെയിൻ? ഇങ്ങോട്ട് വാ. ഷോളിന്റെ കൂടെ ഫുള്ള് ഹാങ് ചെയ്ത് വെച്ചിക്കണ്. ഷോളിന്റെ വെറൈറ്റികള്. ഇത് ഫുൾ ഗ്ലാസ്സിലല്ലേ? ഇത് മോഡലില് ഫുൾ ഗ്ലാസ് വർക്ക് കേട്ടോ. ഇതാ ചേച്ചിയെ ഇങ്ങോട്ട് വന്നൊന്ന്. ചേച്ചി ഇങ്ങോട്ട് വാ. ഇവൻ പറയില്ല നന്നായിട്ട്. ഒന്ന് പറഞ്ഞ ഷോളിനെ കുറിച്ചിട്ട് മലയാളം പറഞ്ഞു, കുഴപ്പമില്ല. പറയ്. ഇത് മോഡൽ സിൽക്കിലെ മിറർ വർക്കില്. പിന്നെ അടുത്തത് നാസ്മിൻ ദുപ്പട്ട വർക്കുള്ളത്. ഇത് ഇപ്പൊ ഈ കളർ കാണുന്നത് 4 കളർ 5 കളർ 15 കളറാണ്. ഈ 15 കളർ ഫുൾ എടുക്കണം. പീസ് തരാം. ഇത് സെലക്ട് ഉണ്ട്, സെലക്ട് ചെയ്ത് തരാം. അങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെ വേണേലും എടുക്കാം. അങ്ങനെ ഇത്ര പീസ് വേണം അങ്ങനെ ഇതിലെ ഉണ്ട്. പിന്നെ ഈ ഐറ്റമിലെ 6 പീസിലെ സെറ്റ് ആണ്. ഇത് ലൂസ് പീസ് തരൂല, സെറ്റ് ആയിട്ട് സെറ്റ് തരും. അങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. അപ്പൊ ചിലത് ലൂസ്, ചിലത് സെറ്റ് ആയിട്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ദുപ്പട്ടയുടെ വെറൈറ്റീസ് ആണ്. ദുപ്പട്ട 10 കളറാണ്. 10 കളർ. 10 കളറാണ്. 10 കളർ. ഓക്കെ. അപ്പൊ ദുപ്പട്ടാസിന്റെ ഉണ്ട്, പ്ലെയിനിലുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഈ ഐറ്റം കാണിച്ചു. 10 പീസിലെ സെറ്റ് ആണ്. അതെ, അത് എടുക്കണം. റേറ്റ് കുറവാണ്. റേറ്റ് കുറവാണ്, പക്ഷെ റേറ്റ് നമ്മൾ പറയൂല. ഇനി നമുക്ക് മോളെ പോലെ ദുപ്പട്ട ഇപ്പുറത്തൊക്കെ ഇത് മൈക്കിവിടെ തന്നിട്ട് പോ. അവൻ എന്നെ വിടാനുള്ള ഉദ്ദേശമില്ല. സിൽക്കില് ഇതിന്റെ തന്നെ മെറ്റീരിയൽ നമ്മൾ താഴത്ത് കണ്ടില്ലേ? താഴത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ തന്നെ സെയിം ദുപ്പട്ടയില് ഇതും നമ്മള് കണ്ടിട്ടുണ്ട്. മെറ്റീരിയൽ ഫുൾ റോൾ ആയിട്ട് 25 മീറ്ററിൽ ഇത് ഷോൾ ആയിട്ടുള്ളതുണ്ട്. ഷോൾ ആയിട്ട് ആകുമ്പോ വ്യത്യാസം വരും റേറ്റിന്, റോൾ ആകുമ്പോ കുറയും. അതാണ് മാറ്റം. ഇത് നന്നായിട്ട് കേട്ടോ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ. ചുങ്കടി മോഡൽ. ചുങ്കടിയില് ത്രെഡ് വർക്ക് വരുന്നത് കോട്ടണില്. ഓക്കെ. മൈക്ക് ബാഗ് ഊതിക്കോളാൻ അത് ഇഷ്ടപ്പെട്ടു. പപ്പു നമുക്ക് ഇത് ഏത് ലോകത്തേക്ക് വന്നിക്കണം നോക്ക്. ഫുൾ പ്ലെയിൻ പ്ലെയിൻ പ്ലെയിൻ. എവിടെ നോക്കിയാലും പ്ലെയിൻ. ഇങ്ങനെ ചുറ്റും എത്ര കളേഴ്സ് വേണം അല്ലേ? റെയിൻബോ കളർ ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ റെയിൻബോ കളർ വെച്ചിട്ടാണോ ഓരോരോ കളേഴ്സ് ഉണ്ടാക്കണം. അത്ര അധികം കളേഴ്സ് ഉണ്ട്. ഇനി ഈ ഇരിക്കുന്ന കളേഴ്സിൽ പല മെറ്റീരിയൽസ് ആയിരിക്കണത്. ഇതിൽ ഏതൊക്കെയാ? ക്രേപ്പ് ഉണ്ട്, നെറ്റ് ഉണ്ട് അല്ലേ? ഇത് മാത്രമാണ് മെയിൻ ആയിട്ട് വരുന്നത്? ഇല്ല, പിന്നെ വെൽവെറ്റ് ഉണ്ട്. ഓക്കെ. വെൽവെറ്റ് ആ സൈഡില്. ഇത് നോക്കിട്ട് പോവാ. ഇത് ഫുൾ വെൽവെറ്റ് കേട്ടോ. ഇരിക്കണത് മൊത്തം വെൽവെറ്റ് പ്ലെയിനിൽ വരുന്നത്. അതുപോലെ തന്നെ ഇത് നെറ്റ് എന്ന് പറയുമ്പോൾ 2-3 ക്വാളിറ്റി ഉണ്ടോ ഇരിക്കണേല്? ഒരു ക്വാളിറ്റിയാ വരുന്നത്, സോഫ്റ്റ് ക്വാളിറ്റി. അപ്പൊ ഇത് ഇരിക്കണത് നെറ്റില് ഫുൾ പ്ലെയിൻ. ഇപ്പുറത്തെ സൈഡും
നെറ്റിൽ ഫുൾ പ്ലെയിൻ ആണ് വരുന്നത്. അതേപോലെ ഈ നടുക്കിലത്തെ സൈഡ് കാണുന്നത് മൊത്തം ക്രേപ്പില് അല്ലെ, 44 അല്ലേ വരുന്നത്, 44ന്റെ വരുന്നത് കേട്ടോ. ഫുൾ ഏത് കളർ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഇവിടെ ഉണ്ട്, ഒന്നിനും പുറത്തേക്കാണ്. അപ്പുറത്തുള്ളതും ക്രൈപ്പ് തന്നെ, അപ്പുറത്തെ സൈഡും ഉണ്ട് അല്ലേ. അപ്പുറത്തെ ഒരു സെക്ഷൻ ഉണ്ട്. ആക്ച്വലി ഇതില് 2 സെക്ഷൻ ആയിട്ടാ. അത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ കേട്ടോ. ഇനി ആ സൈഡ് നോക്കിയേ, അവിടെ വെൽവെറ്റ് പ്ലെയിനിൽ വരുന്നത് ആറ്റത്ത്. നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാൻ പറ്റുമോ കേട്ടോ? ബാ, ഇത് ഇരിക്കണത് മൊത്തം ക്രേപ്പ് തന്നെയാ അല്ലേ? അതെ, ഇത് ഇരിക്കണത് മൊത്തം ക്രേപ്പ്. ഇതേ വെൽവെറ്റ് വേണമെന്ന് വെച്ചാൽ വെൽവെറ്റ് കൂടുതൽ യൂസ് ചെയ്യണത് ലെഹങ്കയ്ക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിലൊക്കെ ഇങ്ങനെ വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വിടുത്ത് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കൂടിയതാണ്, 56 വീതി, അത് 44 വീതിയുടെ. രണ്ടും വരുന്നുണ്ട്, 2 ക്വാളിറ്റിയാണ്. 2 ക്വാളിറ്റിയാണ് വരുന്നത്. അതിനനുസരിച്ച് വിടുത്തും മാറും അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാ ഐറ്റവും ഉണ്ട്. ഇപ്പൊ ഇല്ലാത്ത ഐറ്റം ഒന്നുമില്ല. ഇനിയിപ്പോ നമുക്കൊരു താഴത്തെ ബേസ്മെന്റ് ഫ്ലോറിൽ അവിടെ തിരക്ക് ഒഴിഞ്ഞോന്ന് എനിക്കറിയില്ല. എപ്പോഴും ബില്ലിങ്ങിന്റെ തിരക്ക്, കസ്റ്റമറുടെ തിരക്കൊക്കെ ആയിരിക്കും. അവിടെ ഇനി ഷൂട്ടിങ് എവിടെ പോളിസ്റ്ററിന് വിൽക്കുന്നുണ്ട്. ആ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നെറ്റും ഏറ്റവും കുറഞ്ഞ റേറ്റ് പറഞ്ഞില്ലേ, ഇത് ഏറ്റവും കുറഞ്ഞ റേറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അത് ഇതാണ് അല്ലേ. ഇത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് ചിലര് ഇതും വെച്ച് കൊടുക്കൂല ലൈനിങ്ങിന് വേണ്ടിട്ട്. പക്ഷെ ഇത് കൂടുതലും പൈപ്പിങ്ങിനാണ് പോകുന്നത്. ഇത് കൂടുതൽ പോണത് അല്ലേ? ഓക്കെ, പൈപ്പിങ്ങിന് കൂടുതൽ കോട്ടൺ തന്നെയാ, പോളി കോട്ടൺ. ഇതിന്റെ കുറഞ്ഞ ക്വാണ്ടിറ്റി ക്രേപ്പിന്റെ പോളിസ്റ്റർ ലൈനിങ്. ഓക്കെ, അതിന്റെ ആണ് ഈ കളേഴ്സ് മൊത്തം ഇരിക്കണത്. അതെ, ഇത് വിടുത്ത് 36 കേട്ടോ. അപ്പൊ ഇനി താഴത്തേക്ക് പോയാലോ നമുക്ക്? അപ്പുറത്ത് ആ സൈഡും ഉണ്ട് അല്ലേ? ഞാൻ മറന്നു പോവാണ്. ആ സൈഡ് ഉണ്ട്. അതിന്റെ ഇടയില് ഒരു നമ്മുടെ സാറ് ഇവിടെ സൈഡിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. സാറിനെ നേരത്തെ ലിഫ്റ്റിൽ വെച്ചിട്ട് കൈ ഇങ്ങനെ കാണിച്ചപ്പോഴാണ് ജസ്റ്റ് മലയാളം അറിയാം, ഞാൻ എന്തിനാ ഈ ഹിന്ദി പറയണേ. ഓക്കെ, നമ്മുടെ കടയിനെ കുറിച്ച് പറയും. പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഫെസ്റ്റിവൽസ് ഒക്കെ വരണം. അത് കഴിഞ്ഞ് വിഷു, പിന്നെ സ്കൂള് തുടങ്ങാൻ പോകുന്നുണ്ട്. വെക്കേഷന്റെ പിള്ളേർക്ക് അടിച്ചു പഠിക്കാനായിട്ടുള്ള തുണികള് വന്ന എല്ലാം കാണാം. അതെ, വേറെ ഒന്നും പറയല്ലേ. അത് വന്നു കഴിഞ്ഞാൽ എല്ലാം ഡിസൈൻസും വെറൈറ്റീസും എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും. എറണാകുളം മാർക്കറ്റില് എനിക്ക് തോന്നുന്നില്ല, എറണാകുളം മാർക്കറ്റില് നോ ഡൗട്ട് ഒരു 5-6 ഫ്ലോർ, ശരിക്കും പറഞ്ഞാൽ 8 ഫ്ലോർ എന്ന് വേണമെങ്കിൽ പറയാം. 8 ഫ്ലോർ മൊത്തം ഫാബ്രിക്സ് ആണ്. അത് A to Z എല്ലാ ഐറ്റംസ് കിട്ടും. ഷോള്, ഫാബ്രിക്സ്, ലൈനിങ്, ക്രേപ്പ്, സ്കൂൾ യൂണിഫോംസ്, സെയിം എല്ലാ ഐറ്റംസ്. പക്ഷെ ഹോൾസെയിൽ ഓൺലി ഹോൾസെയിൽ. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയി കാണിക്കട്ടെ. എന്തായാലും ഇത്തിരി തിരക്കുകളാണ്, ഇവര് ഇത്തിരി മീറ്റിംഗ് ബിസി. പോവാ നമുക്ക് അപ്പുറത്തേക്ക്. ഇതാണ് ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത്. ഇപ്പുറത്തെ സൈഡും ഇതൊക്കെ തന്നെ ഈ ക്രേപ്പിന്റെ ഡിഫറെന്റ് കളേഴ്സ്. ഇത് കൂടിയതും കുറഞ്ഞതും എല്ലാം കൂടി മിക്സ് ആയിട്ടല്ലേ ചേച്ചി? ഒറ്റ റേറ്റിന്റെ റേറ്റുള്ള ഒറ്റ ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി ആണ്. നമ്മളവിടെ ഒരു ടൈപ്പില്ല, നമ്മൾ അതാണ് മോഹൻസ് അല്ലേ? ക്വാളിറ്റിയിലാണ് കൊടുക്കണത്. അപ്പൊ ഇത് ഫുൾ ക്രേപ്പിന്റെ, അതാണ് ആ നേരത്തെ കുട്ടി പറയുണ്ടായിരുന്നല്ലേ, ക്രേപ്പിന്റെ കളേഴ്സ് ഇവിടെ കിട്ടും. കൂടുതൽ വേറെ ഒരു കടയിൽ കിട്ടൂലെന്നാ അവര് പറഞ്ഞു. അതാണ് അത് നമ്മൾക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എത്ര കളേഴ്സ് വേണമെന്നുള്ളത്. ഇനി നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറും കൂടി ബേസ്മെന്റ് ഫ്ലോർ ബില്ലിംഗ് സെക്ഷന്റെ ആ ഭാഗം, അവിടെയാണ് ഈ ഷർട്ടിങ്, സൂട്ടിങ്, വിഷുവിന്റെ കളക്ഷൻസ്, ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസസ്, അങ്ങനത്തെ ഐറ്റംസ്. അപ്പൊ താഴത്തേക്ക് പോവാം. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് വിഷുവിന്റെ ഐറ്റംസ് റോളായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഈ കാണുന്നത് റോളായിട്ട് ഇരിക്കുന്ന വിഷുവിന്റെ ഐറ്റംസ് അല്ലേ? ഇതിപ്പോ എങ്ങനെ വിടുത്ത് വരുന്നത് ചേച്ചി? 44 തന്നെ. ഇതൊക്കെ 44 വരുന്നത് അല്ലേ? ഇത് വിഷുവിന്റെ ഐറ്റംസ് ഏകദേശം ലാസ്റ്റ് ആവാറായപ്പോഴാണ് നമ്മൾ വന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ എന്താ പറയാ ഐറ്റംസ് കുറഞ്ഞു തുടങ്ങി. പിന്നെ അത് തന്നെയല്ല, ഇനിയും വരാനല്ല, സ്റ്റോക്ക് ഇങ്ങനെ സാധനങ്ങൾ കയറ്റാനുള്ള ഒരു ടൈം ഇവർക്ക് കിട്ടുന്നില്ല. തിരക്ക് നല്ല തിരക്കായിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും കണ്ടോളാൻ. ഇത് ഒക്കെ 25 അല്ലേ ഫുൾ റോൾ വരുന്നത്? 50 ഇത് പിന്നെ ഇത് മൽക്കോട്ടൺ ഇങ്ങനെ ത്രെഡ് വർക്കിൽ വരുന്നത്. പിന്നെ അതിൽ തന്നെ കളേഴ്സ് ഇങ്ങനെ വരുന്നത്. ഇത് പ്രിന്റ്, അതുപോലെ തന്നെ ഇത് വർക്കിൽ വരുന്നത്. പിന്നെ വൈറ്റ് വേണമെന്ന് വെച്ചാൽ വൈറ്റിൽ ഗോൾഡന്റെ ബൂട്ട വർക്ക് വരുന്നതുണ്ട്. ജോർജറ്റിൽ ഇത് ജോർജറ്റിൽ ഇങ്ങനെ ഓർഗൻസ, ഇത് ഓർഗൻസ അല്ലേ? ഓർഗൻസ. അതുപോലെ ഇത് ടിഷ്യൂല് ഇങ്ങനെ ബോർഡർ വരുന്നത്, ചെക്കില്. ഇത് പ്ലെയിനിൽ അല്ല, പ്ലെയിൻ മീൻസ് നോർമൽ ഒരു ഗോൾഡിൽ തന്നെ കേട്ടോ. അതിൽ വേറെ കളേഴ്സ് ഒന്നും ആഡ് ആക്കിയിട്ടില്ല. ഇതൊക്കെ അതിന്റെ കളക്ഷൻസ്. പിന്നെ ഇതും വിഷുവിന്റെ തന്നെ നമ്മളെ ഏറ്റവും ഫസ്റ്റത്തെ ഒരു ട്രഡീഷണൽ അല്ലേ, വേറെ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കളക്ഷൻ. പിന്നെ അതുപോലെ തന്നെ
മുണ്ട് ഷർട്ടും ഉണ്ട് അല്ലേ? അതിന് കൂടെ ഷർട്ടും മുണ്ടായിട്ട് ഒരുമിച്ച് വെച്ചിരിക്കണത്. അത് അവിടെ ഇങ്ങനെ ആരോ ബൾക്ക് എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം എടുത്ത് കാണിച്ചു തന്നു മാത്രം കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ എന്താ ഇതും അത് തന്നെയല്ലേ? വർക്ക് വരുന്നതുണ്ട്, ടിഷ്യൂല് പ്രിന്റ് വരുന്നതുണ്ട്, ഡിജിറ്റൽ വർക്ക്, ടിഷ്യൂല് ഡിജിറ്റൽ വർക്ക്, ഇതൊക്കെ ഡിജിറ്റൽ വർക്കിന്റെ ആണ് കേട്ടോ ടിഷ്യൂല്. പിന്നെ ഇത് വാർലി പ്രിന്റ്, ഇത് ടിഷ്യൂല്, ഇത് ടിഷ്യൂല് അല്ല, ഇത് കോട്ടൺ അല്ലേ? കോട്ടണില്. അതുപോലെ ഇത് ടിഷ്യൂല് വർക്ക് വരുന്നത്, ടിഷ്യൂല് എംബ്രോയിഡറി വർക്ക്, ഇവിടെ പ്രിന്റ് വരുന്നത് കുറെ ഉണ്ട് കേട്ടോ. എംബ്രോയിഡറി വരുന്നത്, ഇത് ഇങ്ങനെ പ്രിന്റ് വരുന്നത്, അങ്ങനെ ഒരുപാട് വർക്ക്സ് ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇതും നമുക്ക് വിഷുവിന്റെ കളക്ഷൻ തന്നെയാണ്. ഇതിൽ ഏത് പ്രിന്റ് വേണം, ഏത് ബോർഡർ വേണം എന്ന് നോക്കിയാൽ മതി. ഇതാ ഇത് സാധാരണ ഒരു ബോർഡർ അല്ലേ ഉണ്ടാവുക, ഇത് ഡബിൾ ബോർഡറാ. നന്നായിട്ടുണ്ട് അല്ലേ? ഡബിൾ ബോർഡർ വരുന്നത് കേട്ടോ. അപ്പൊ കോട്ടണില് തന്നെ അടിയിലേക്ക് പോയി കുറെ ഉണ്ടെന്നല്ലേ? അതെ, ഇത് കളറില് ഇതൊക്കെ അത് തന്നെയല്ലേ? ഓക്കെ. ഇത് ടിഷ്യൂല് പ്രിന്റ്, ഇതുപോലെ ടിഷ്യൂല് പ്രിന്റുകൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും കേട്ടോ. അടിയിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ഫുൾ ടിഷ്യൂല് ഫുൾ വർക്കായിട്ട് കേട്ടോ. പിന്നെ ദുപ്പട്ടാസ് ടിഷ്യൂന് അല്ല സോറി വിഷുവിന്, ടിഷ്യൂന്ന് എന്താ പറയാ, വിഷുവിന് ദുപ്പട്ടാസ് വേണമല്ലോ. ആ ദുപ്പട്ടാസിനും ഉണ്ട്. അതുപോലെ സാരി ആയിട്ട് വേണമെങ്കിൽ സാരി ആയിട്ടും ചെയ്യാം. അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ വെറൈറ്റീസാണ്. പിന്നെ ഇതൊക്കെ കുറക്കാൻ നമ്മൾ മുകളിൽ കണ്ടിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഇതിന്റെ സാമ്പിൾസ് അല്ലേ സാമ്പിളാണ് ഇവിടെ താഴെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട് പിന്നെ ഇതിന്റെ ബൾക്ക് ക്വാണ്ടിറ്റി മുകളിൽ നിന്ന് എടുക്കാം. ഇനി ഷർട്ടിങ് ഷൂട്ടിങ് ഈ ഒരു സെക്ഷനിലാണ്. ഇപ്പുറത്തെ അത് പിന്നെ നോക്കാം, നമുക്ക് ആണുങ്ങളുടെ പിന്നെ നോക്കാം. പെണ്ണുങ്ങളുടെ ആദ്യം നോക്കിയിട്ട് വരാം. വാ, ഇവിടെയാണ് ബ്ലൗസിന്റെ ഒരു ലോഗോ കേട്ടോ. റെഡിമെയ്ഡ് ബ്ലൗസും ഉണ്ട്, അതുപോലെ തന്നെ റോൾ ആയിട്ടും വരുന്നുണ്ട്. ബ്രൊക്കേഡ് ഉണ്ട്, അതായത് ബ്ലൗസിനുള്ള ബ്രൊക്കേഡ് 36 വീതിയുടെ. ഇപ്പോഴാണ് ഈ ഒരു സമയത്താണ് കൂടുതൽ, ഓണം വിഷുവിനൊക്കെയാണ് കൂടുതൽ ഇത് മൂവിങ്. ഇത് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ എല്ലാ കളേഴ്സിനും എല്ലാം ഇതാ. ഇത് ആകുമ്പോൾ നമുക്ക് വീവിങ്ങിൽ വരുന്നത്, ബ്രൊക്കേഡിൽ വരുന്നത്. അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. വൈറ്റ്, ബ്ലാക്ക്, ഓഫ് വൈറ്റ്, സിൽവർ ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലെയിനിൽ ടിഷ്യൂ വേണമെന്ന് വെച്ചാൽ അതും ഉണ്ട് കേട്ടോ. ഇതേ പ്ലെയിനിൽ ടിഷ്യൂ. ഇനി പോളിക്കോട്ടൺ വേണമെന്ന് വെച്ചാൽ അത് ഈ ഒരു കവർ ഫുള്ളിരിക്കുന്നത് പോളിക്കോട്ടൺ. ബ്ലൗസിന്റെ ഇത് 36 തന്നെയല്ലേ? 36 ബ്ലൗസിന്റെ. ഇത് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്ക് വേണ്ടിയിട്ടാണ് ഈ എടുത്തെടുത്ത് വിടുത്തും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണത്. ഇതുപോലെ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ കളക്ഷൻസും ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. തിരക്കായത് കാരണം ബ്ലൗസിന്റെ ഒന്നും പഠിച്ചു വെച്ചിട്ട് കയറ്റി വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരുപാട് എന്ന് വെച്ചാൽ 100+ മോഡൽസ് നമുക്ക് ഇതിൽ ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസിൽ കാണാൻ പറ്റും. ഇതൊക്കെ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ഡിഫറെന്റ് മോഡൽസ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ വരിക, ഇതുപോലെ തന്നെ സാമ്പിൾസ് നോക്കുക. അതിനനുസരിച്ചിട്ട് ഇവിടെ എത്ര ഉണ്ടെന്നുള്ളത് അതും. ഇത് എങ്ങനെയാ ഇപ്പൊ എടുക്കേണ്ടത്? ഒരു സെറ്റില് 10 പീസ് വെച്ച് 10 കളർ, 10 കളർ ഫുൾ എടുക്കണം. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത് ഇരിക്കണതൊക്കെ മുകളിൽ നമ്മൾ കണ്ടത് തന്നെയല്ലേ? അപ്പം ഇതിന്ന് കുറച്ച് കളക്ഷൻസ് ഒന്നും എടുത്ത് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ റെഡിമെയ്ഡ് ബ്ലൗസ് കൂടുതലും ഇങ്ങനെ ബനിയൻ സ്റ്റഫാണ് വരുന്നത് അല്ലേ? ബനിയൻ സ്റ്റഫാണ്. കോട്ടണിലും വരുന്നുണ്ട്. കോട്ടണിൽ വരുന്നത് ചേച്ചി ഇട്ടിരിക്കുന്നത് അതിന്റെ തന്നെയല്ലേ? ഇവിടത്തെ തന്നെയാണ് റെഡിമെയ്ഡ് ബ്ലൗസ് അല്ല. ഇത് ഇടുമ്പോ എങ്ങനെയുണ്ട്? സുഖം ഉണ്ടാവും, നല്ല സ്ട്രെച്ചബിൾ ആണ് അല്ലേ? ഇത് എങ്ങനെ സൈസ് വരുന്നത് നമുക്ക്? അത് XL ഉണ്ട്, L ഉണ്ട്, XXL ഉണ്ട്, XXL ഉണ്ട്. അങ്ങനെ ഇതിന്റെ സൈസസ് വരുന്നത് അതൊരു ഇതിൽ അങ്ങനെയാണ് വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി ഇട്ടേക്കണത് ഇവിടെ കാണാനില്ലല്ലോ. അതിന്റെ പ്ലെയിൻ ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ചോദിച്ചു വന്നാലും അതിന്റെ പ്ലെയിനിൽ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇനി ഷർട്ടിങ് ഷൂട്ടിങ്ങിലേക്ക് പോവാ അല്ലേ? താഴേക്ക് പോവാം. ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും ഈ ബില്ലിംഗ് സെക്ഷൻ ആയതുകൊണ്ടേ. പിന്നെ ഇവിടുത്തെ ഓൾ നമ്മുടെ ചേട്ടൻ, നമുക്കൊന്ന് സൈഡിൽ നിന്ന് സംസാരിക്കാം. എപ്പോഴും തിരക്കുള്ളത് കൊണ്ടേ. നമ്മുടെ യൂണിഫോമാണ്, എല്ലാവിധ യൂണിഫോമുകളും നമ്മുടെ ഇവിടെ കിട്ടും. ഓക്കെ. ഇങ്ങനെ ചാട്ടാക്കി വെച്ചിട്ടുണ്ട്.
ഇത് മുകളിലത്തെ ഈ യൂണിഫോം നമ്മൾ കാണിച്ചതല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് ആ റാക്കിൽ കാണുമ്പോൾ നമുക്കൊന്നും ഐഡിയ കിട്ടില്ല. വേണമെങ്കിൽ ഒരു വീഡിയോ പിടിക്കാം നമുക്ക്. സെക്കൻഡ് അല്ല, അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലെടുത്തോ, ഇതിൽ നമുക്ക് കുറെ അധികം ഫോട്ടോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ സ്കൂളിലെ യൂണിഫോം ഇവിടെ കിട്ടും. ഇതൊക്കെ റോളായിട്ട് എങ്ങനെയാ വരുന്നത്? 100 മീറ്ററിന്റെ പീസുകളാണ് വരുന്നത്. ഇതിലെല്ലാത്തിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മൾ സപ്ലൈ ചെയ്യാം. ഇതിനോട് മാച്ചിങ് ഇതിന്റെ തന്നെ ലേഡീസിന്റെ ഉണ്ടാവും, ജെന്റ്സിന്റെ ഉണ്ടാവും. ജെന്റ്സിന്റെ ആകുമ്പോൾ സൂട്ടിങ് എന്ന് പറയും, ലേഡീസിന്റെ ആകുമ്പോൾ അതിന്റെ തന്നെ പ്ലെയിൻ ഷർട്ടിങ് വരും. അപ്പൊ അത് ബോട്ടം അടിക്കാനുള്ള, ടോപ്പ് അടിക്കാനുള്ള ഷർട്ടിങ്, അങ്ങനെയാണ് ഇതിനെല്ലാം കൊടുത്തോണ്ടിരിക്കുന്നത്. വെറൈറ്റി സാധനങ്ങളാണ് ഇത്. പക്ഷെ റെഡിമെയ്ഡ് ആയിട്ടില്ല കേട്ടോ, റോൾ ആയിട്ട് ഫൈബ്രിക് ആയിട്ടാണ്. റോൾ ഐറ്റങ്ങളാണ് ഈ വരുന്നുണ്ട് എല്ലാം. അതുകൊണ്ട് യൂണിഫോം ഇങ്ങനെ ഫോട്ടോകൾ വരുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ ഫോട്ടോകളാണ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. എല്ലാത്തിലും ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇപ്പൊ ഇത് നന്നായി ചെയ്യണ്ടല്ലോ നിങ്ങൾ യൂണിഫോമിന്റെ സ്പെഷ്യൽ ആയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. ഈ സമയത്താണ് ഈ തയ്ക്കണ സമയമൊക്കെ, ആ സമയം 2 മാസത്തിന്റെ ഉള്ളിലാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 മാസത്തിനുള്ളിൽ തയ്ച്ച് റെഡിമെയ്ഡ് ആക്കി എടുക്കാം. എല്ലാ വെറൈറ്റികളും ഇതിന്റെ അകത്തുണ്ട്, ഫോട്ടോ സഹിതം ഇതിനകത്തുണ്ട്. ഇത് ഫിലാഫില എന്ന് പറയുന്ന ഒരു പുതിയ മെറ്റീരിയൽ. എല്ലാവിധം വെറൈറ്റികളും ഇതിന്റെ അകത്തുണ്ട്. കണ്ട, ഡിസൈൻ വൈസ് വരെ ഇങ്ങനെ വരും. നമുക്ക് തയ്ച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള മോഡൽ ഈ കാണുന്ന ഓരോ മോഡൽ ഇതുകൊണ്ട് തയ്ച്ചെടുക്കാം. ഇതിന്റെ മെറ്റീരിയലാണ് ഈ കാണുന്നത്. തയ്ച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വരും, എല്ലാം ഇതുപോലെ വരും. കണ്ട, യൂണിഫോമിനായാലും എന്തിനായാലും നമുക്ക് ഇതിന്റെ ലേഡീസിന്റെ ആണ് കാണിക്കുന്നത്, ജെന്റ്സിന്റെ കാണിക്കുന്നത്. സ്കൂൾ യൂണിഫോം അല്ലാതെയും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പൊ യൂണിഫോമിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, വെറൈറ്റി ഉണ്ട്. നല്ല കേരളത്തിലത്തെ ഒരുവിധം മിക്ക സ്കൂളിന്റെ യൂണിഫോം ഇവിടെ കിട്ടുന്നതായിരിക്കും. കാരണം ഇതിന്റെ അനുസരിച്ച് ഇതിന്റെ തന്നെ മേട്ടിയുണ്ട്, ടില്ലു ഐറ്റം എന്ന് പറയും. എനിക്കത് ഇത്തിരി കൂടി വില കൂടിയ ഐറ്റമാണ്. ഇതെല്ലാം പ്ലെയിൻ ആണ് കാണിക്കുന്നത്. ഇതിൽ തന്നെ ടില്ലു വരും, അപ്പൊ ഇത്തിരി കൂടി കട്ടിയും വരും, ഇത്തിരി കൂടി. ശരിക്കും ഏതാ നല്ലത്? സാധാരണ യൂസ് ചെയ്യുന്ന ഇതാണ് സ്കൂളുകാർ. ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകാരൊക്കെ ഇല്ലേ, കോട്ട് മാതിരിയൊക്കെ അതിനൊക്കെയാണ് ടില്ലെന്ന് സാധാരണ സ്കൂൾ യൂണിഫോം ആയിട്ട്. അതായത് സ്കൂളിൽ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അത്രയും വില കൂട്ടി മേടിക്കാൻ പറ്റില്ല. സാധാരണ ഷർട്ടിങ് മെറ്റീരിയലാണ്. ഇപ്പൊ നമ്മൾ കാണിച്ചത് മൊത്തം യൂണിഫോമിന്റെ മെറ്റീരിയലിന്റെ ചാർട്ടാണ് കാണിച്ചത്. അല്ലാത്തത് നമുക്ക് ഷർട്ടിങ്, സൂട്ടിങ് എന്നൊക്കെ പറ്റി. അപ്പൊ ഷർട്ടിന്റെ ഓർഡിനറി ഷർട്ടിങ് ആണ് ഷർട്ട് ഈ ഫുള്ളി ഇരിക്കുന്നത് അറ്റം അല്ല. ഈ ചോദിക്കുന്നത് ഇതിന്റെ റോള് വരുമ്പോ എത്ര മീറ്റർ ഉണ്ടാവും? 18 മീറ്റർ 20 മീറ്ററിന്റെ പീസുകളാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ അപ്പുറത്തിരിക്കുന്നത് അതിന്റെ ബിറ്റുകളാണ്. അതൊന്ന് ചൂണ്ടി കാണിച്ചേ, എവിടെയാണ് ഇതാകുമ്പോ ഒരു ഷർട്ടിന് തയ്ക്കാൻ മാത്രം ഷർട്ടിന്റെ പീസുകളാണ്. അപ്പൊ ഇഷ്ടമുള്ളത് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇതും ഷർട്ടിങ്ങിന്റെ ബിറ്റുകളാണ് വരുന്നത്. ഇത് റോയൽ പാക്കില്, ഇതാകുമ്പോ പാക്ക് റോയൽ ആയിരിക്കുന്നു മാത്രല്ലേ. ഇതാകുമ്പോ ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിനാണ് വരുന്നത് ഷർട്ടിങ്ങിന്റെ. ഇതൊക്കെ അത് തന്നെയല്ലേ ഈ ഇരിക്കണത് മൊത്തം? പിന്നെ ഇത് റോളുകള്, വെറൈറ്റി. ഇത് ബിറ്റ്, അത് റോള്, അത്ര വ്യത്യാസമുള്ള. ഇത് കതർന്നങ്ങടല്ലേ, നിക്കോണ്ട്. ഇത് മറ്റേ ഖാദി കോട്ടൺ ടൈപ്പ് ആ ഒരു ഫീലിംഗ് അല്ലേ വരാം? ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒരു റിപ്ലിക്ക. കുറഞ്ഞ സാധനമാണ്. റേറ്റ് കൂടുതലായിട്ട് മുഴുവനും പാന്റ് ബിറ്റുകളാണ്. ഇത് അല്ലേ, പാന്റിന്റെ ബിറ്റുകളാണ്. ഇങ്ങനെയൊക്കെ പല പല കളേഴ്സ് വരും. അപ്പൊ ഇത് എത്ര മീറ്റർ ഉണ്ടാവും? ഇതെല്ലാം 1.30 മീറ്ററാണ്. ഒരു പാന്റ് തയ്ക്കാനുള്ള, നമുക്ക് ഒരു പാന്റ് തയ്ക്കാനുള്ള പീസുകളുണ്ടാവും. അതിൽ പല പല വെറൈറ്റി ഉണ്ടാവും. ഇതെല്ലാം ഷർട്ട് പീസിന്റെ അല്ലേ. ഇപ്പൊ റേറ്റ് നിങ്ങൾ വന്ന് നോക്കാം. ബാക്കി ഇതൊക്കെ അക്കോബ എന്ന് പറയും, ലേഡീസിന്റെ ബ്ലൗസ് തയ്ക്കേണ്ട മെറ്റീരിയലാണ്. പുതിയ ഒരു മെറ്റീരിയലാണ്. ഇത് ഇത്തിരി കൂടി കോസ്റ്റ്ലിയാണ്. ഇതിന്റെ കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്, പല വെറൈറ്റി ഉണ്ട്. ഇത് ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഇത് കോസ്റ്റ്ലി ആയിട്ടാണ്. ഇത് ബ്ലൗസിന്റെ മെറ്റീരിയൽ. ബ്ലൗസ് എന്നൊക്കെ പറയുമ്പോ വേർപ്പ് ടൈറ്റ് ആയിട്ട് ഉപയോഗിക്കണതല്ല, സാധാ ടൈപ്പ് ബ്ലൗസിന്റെ. അതിന്റെ തന്നെയാണ് ഈ ഇരിക്കുന്നതെല്ലാം ഈ ടൈപ്പ്. ഈ ഇരിക്കണത് അതിന്റെ ഇതിന്റെയൊക്കെ പല പല ഡിസൈൻസ് ആണ് ആയിരിക്കുന്നത്. അപ്പൊ വന്ന് നോക്കണ്ടേ വേണം അല്ലേ? നോക്കി തന്നെ സെലക്ട് ചെയ്ത് എടുക്കണം. അത്രയും ഉണ്ട്. ഇത് 36 അല്ലേ ഒരു ഡിസൈനില് 10-15 കളറുകൾ ഉണ്ടാവും. അത്രയും ഉണ്ടാവും. ഈ ഇരിക്കണത് മൊത്തം ബ്ലൗസിന്റെ മെറ്റീരിയൽ. ഇനി ഇപ്പുറത്തെ സൈഡ് എന്താ ഇരിക്കണേ? ഇത് മുഴുവനും പോപ്ലിൻ മെറ്റീരിയലാണ്. പോപ്ലിൻ എന്ന് പറയുന്നത് നമുക്ക് പാവാട തയ്ക്കാനും
അണ്ടർ സ്കർട്ട് തയ്ക്കാം, പിന്നെ കോട്ടൺ ഷർട്ട് തയ്ക്കാൻ പറ്റും മെറ്റീരിയൽസ്. ഈ ഇരിക്കുന്നത് മൊത്തം പോപ്ലിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ് അല്ലേ വരുന്നത്? ഇവിടെ വരെ 60 ഇഞ്ച് വീതിയുടെ ഷർട്ടിംഗ് ആണ്. ഇവിടെ വരില്ലേ പോപ്ലിന്റെ പറഞ്ഞത്? ഇനി ഇവിടെ 60 ഇഞ്ച് വീതിയുടെ ഷർട്ടിങ്ങളാണ് ഇരിക്കുന്നത്, വീതി കൂടിയത്. ഓക്കെ ഓക്കെ. ഇതൊരു ഷർട്ടിന് 160 മീറ്റർ മതി, മറ്റേത് നമ്മൾ 230 240 എടുക്കണം. അതാണ് അതിന്റെ വ്യത്യാസം എന്തുകൊണ്ട്. ഇത് 1 മീറ്ററും 60 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഒരു ഷർട്ട് തയ്ക്കാം. മറ്റേത് അങ്ങനെയല്ല, 230 240 എടുക്കണം. അത് 36 ഇഞ്ച് വീതിയാണ്, ഇത് 60 ഇഞ്ച് വീതിയാണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും. അപ്പൊ തയ്ക്കുമ്പോ വേസ്റ്റ് ഇല്ലാണ്ട് തയ്ക്കാനായിട്ട് അവർക്ക് അറിയാം, അവർക്ക് തയ്ക്കാൻ പറ്റും. അടിപൊളിയായിട്ട് വ്യത്യാസം. അത് പ്ലെയിനിലൊക്കെ വരുന്നുണ്ടല്ലേ? പ്ലെയിനുണ്ട്, പല റേഞ്ചിന്റെ ഉണ്ട്. കണ്ടോ, ഇപ്പൊ വൈറ്റ് തന്നെ ഇത് ഇരിക്കണതൊക്കെ വേറെ വേറെ പല ഐറ്റമാണ്. ഇത് കൂടിയ ഐറ്റമാണ്, ഇത് കുറഞ്ഞ ഐറ്റം. ഇങ്ങനെ മാറി മാറി വൈറ്റില് തന്നെ അല്ലേ? ഓക്കെ. അപ്പൊ വൈറ്റ് എടുത്ത് പറയണത് എന്താ വെച്ചാല്, ഒന്നാമത്തെ സ്കൂൾ യൂണിഫോമിന് വൈറ്റ് കോമൺ ആണ്. ഇതുപോലത്തെ ഒരു ഐറ്റം ഉണ്ട്, ഇത് മിനിസ്ട്രി കോട്ടൺ എന്ന് പറയും. മിനിസ്ട്രി കോട്ടൺ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ നേതാക്കന്മാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അതാ ഞാൻ പറഞ്ഞത്, വൈറ്റില് അതെ മുകളിലിരിക്കണൊക്കെ വൈറ്റ് ആണ്. മിനിസ്ട്രി കോട്ടൺ എന്ന് പറഞ്ഞാൽ ഈ നേതാക്കന്മാർ രാഷ്ട്രീയക്കാരില്ലേ, കുറച്ചുകൂടി സ്റ്റിഫ് ആയിട്ട് കണക്കായിട്ട് നിൽക്കണത് ഇങ്ങനെ വരും. മിനിസ്ട്രി കോട്ടൺ എന്ന് പറയും. കണ്ടോ, പേര് തന്നെ അതാണ്. അത് കണ്ടാ, മിനിസ്ട്രി കോട്ടൺ ഇങ്ങനെ വരും. ഇതാണ് അതിന്റെ പേര്. പേരും അത് തന്നെയാണ്, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വൈറ്റ് മാത്രമേ ഇങ്ങനെ നിക്കണം, നടക്കുമ്പോ ഇങ്ങനെ കാണണം. ഒന്നോട് സ്റ്റൈലൊന്ന് കാണിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നിക്കണം, നടക്കുമ്പോ ഇങ്ങനെ നടക്കണം. ഈ ഇരിക്കണം വൈറ്റ് എന്ന് പറയണ, വൈറ്റ് നോക്കണം, ഒക്കെ ഡിഫറെന്റ് മെറ്റീരിയൽ ആണ് അല്ലേ? പല പല വെറൈറ്റീസ് ആണ് ഇരിക്കണത്. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. അപ്പൊ ചേട്ടാ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞ, നമ്മുടെ ഇങ്ങോട്ട് വന്നേ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ. ചേട്ടൻ വാ എനിക്ക് ചേട്ടനെ വേണ്ടത്. ലൊക്കേഷൻ എന്താ പറയണ്ടേന്നാ? നിങ്ങളിപ്പോ എവിടെ നിക്കണേ? നമ്മളിപ്പോ ഇതല്ലേ പറയണ്ടേ, മാർക്കറ്റ് റോഡില് നമ്മുടെ അത് പറയണോ, കാത്തലീശ്വര ബാങ്കിന്റെ തൊട്ടടുത്ത ഷോപ്പ്. ലൊക്കേഷനെ നമുക്ക് തരുണിനെ കൊണ്ട് പറയിപ്പിക്കാം. തരുൺ ബൈ, ലൊക്കേഷൻ പറയാന്നിരുന്നാണോ? നമുക്ക് തരുണിനെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പൊ ലൊക്കേഷൻ ആദ്യം പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഐറ്റംസ് ഇരിക്കണത് എവിടെയും കിട്ടാത്ത ഐറ്റംസ്, ലേറ്റസ്റ്റ് ഐറ്റംസ് ആണ്. അതാദ്യം ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. ഇനി നമുക്ക് സ്ഥലം പറയാം. എവിടെയാ നിൽക്കണം? നമ്മുടെ കറക്റ്റ് മറ്റേ കോൺജംഗ്ഷനിൽ കാത്തലിക് ബാങ്ക്, പഞ്ചാബ് ബാങ്കിൻ്റെ ജസ്റ്റ് ഇപ്പുറത്ത് ഓപ്പോസിറ്റിൽ നമ്മുടെ കട ഉള്ളത്. വന്നപ്പോൾ കാണാൻ പറ്റും, ഈസിയായിട്ട് അറിയാൻ പറ്റും. അവിടെ നിന്ന് ഈ രണ്ട് സൈഡിൽ എവിടെ ഇരുന്നാലും ഈസിയായിട്ട് അറിയാൻ പറ്റും. അതെ, എന്താ പറയാ, ഹൃദയത്തില് ഹാർട്ട് ഓഫ് ദി എറണാകുളം എന്ന് പറയില്ലേ, ആ എറണാകുളം മാർക്കറ്റിന്റെ ഹാർട്ടിലാണ് ഇവർ ഇരിക്കണത്. ആ കണ്ണായ സ്ഥലത്ത്, ഹൃദയഭാഗത്ത് കണ്ണായ സ്ഥലത്ത് എന്ന് പറയില്ലേ. അപ്പൊ എക്സാക്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ മേനക ബസ് സ്റ്റോപ്പ് ബസ് വഴിക്ക് വരാണെങ്കിൽ, അവിടെ നിന്ന് വരാണെങ്കിൽ ബസ് വഴിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മേനക വഴിക്ക് ഇറങ്ങിയ കോളേജിന്റെ ബാക്ക് സൈഡ്, അതുപോലെ CSB ബാങ്ക് കാണും. അതിന്റെ തൊട്ടിപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. ഇനിയിപ്പോ വണ്ടി ആയിട്ട് വരാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ എറണാകുളം മാർക്കറ്റില് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടില്ല. എത്ര വണ്ടി വേണമെങ്കിൽ പാർക്ക് ചെയ്യാം, അടിയിലോ മോളിലോ. പാർക്കിംഗ് ഉണ്ട്, ഒരു 30 വണ്ടി അടിയിലിടാം, ഒരു 30 വണ്ടി മേലിടാം, മൊത്തം 60 വണ്ടി ഇടാൻ പറ്റും. അതെ, അത്രയും വണ്ടികൾ, എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റും. നേരത്തോടെ വരാണെങ്കിൽ, നേരത്തോടെ വന്നാലും വന്നില്ലെങ്കിൽ ഇപ്പൊ വന്നും പോയിരിക്കും വണ്ടികളല്ലേ എപ്പോഴും. പിന്നെ ഈ ഒരു ബിൽഡിംഗിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കടകളുണ്ട്, എല്ലാം കസ്റ്റമേഴ്സ് വരും. അപ്പൊ നേരത്തോടെ തന്നെ വരാൻ നോക്കുക, കാരണം കളക്ഷൻസ് ഇവർക്ക് ഒരുപാടുണ്ട്. രാവിലെ വന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും പോണെങ്കിൽ അല്ലേ. ഒള്ളി ഹോൾസെയിൽ, അത് പ്രത്യേകം എടുത്ത് പറയാം. പിന്നെ റേറ്റിന്റെ കാര്യം നമ്മൾ എടുത്ത് പറയില്ല. ഇനി കമന്റിൽ ഇതിന്റെ റേറ്റ് എത്രയാ, അതിന്റെ റേറ്റ് എത്രയാ, അതൊക്കെ അറിയാമെങ്കിൽ നേരിട്ട് വരിക. അപ്പൊ നമ്മുടെ മോഹൻ ടെക്സ്റ്റൈൽസിലേക്ക് വന്നാൽ മതി, എറണാകുളം മാർക്കറ്റ്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ, താങ്ക് യു.